നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ലോകത്ത് ഏതു രാജ്യത്തായാലും ഒരു ഭീകരപ്രവർത്തനം അല്ലെങ്കിൽ ഭീകരാക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു യുദ്ധമുണ്ടായാൽ ആ സമയത്തല്ല യുദ്ധത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഭീകരാക്രമണത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചും മറ്റ് സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യേണ്ടത്. രാജ്യം ഒന്നായി നിൽക്കേണ്ട ഘട്ടമാണത്. അത് ലോകത്തെവിടെയായാലും ഏത് രാജ്യമായാലും സ്വീകരിക്കേണ്ട നിലപാടാണ്. യുദ്ധമുഖത്ത് നിന്നുകൊണ്ടല്ല യുദ്ധത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. അവിടെ വിജയിക്കുക, എതിരാളികളെ പരാജയപ്പെടുത്തുക എന്നുള്ള തന്ത്രങ്ങൾക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി യോജിച്ചു നിൽക്കുക എന്നുള്ള പ്രവർത്തനത്തിന് മാത്രമാവണം ഒന്നാം ഘട്ടത്തിൽ പ്രാധാന്യം നൽകേണ്ടത്. ഇത്തരം വിചാരണകളൊക്കെ വേണ്ടത് പിന്നീട് ഇത് കഴിഞ്ഞ ശേഷമാണ്. അത് ഉണ്ടാവുക തന്നെ ചെയ്യും, ഉണ്ടാവുകയും വേണം. എങ്കിലേ പിഴവുകൾ തിരുത്തിക്കൊണ്ട് എവിടെയാണ് പിഴവുകൾ പറ്റിയത് ആ പിഴവുകൾ തിരുത്തി പഴുതടച്ച് പിന്നീടുള്ള കാലം മുന്നോട്ട് പോകാൻ കഴിയും. ലോകത്തെവിടെയും ഏത് രാജ്യവും സ്വീകരിക്കുന്നത് ഇതേ മാർഗം തന്നെയാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം സ്വീകരിച്ചതും ഇതേ മാർഗം തന്നെയാണ്. രാജ്യത്തിനൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കുക. പക്ഷേ അതിനിടയിൽ ചിലരുടെ ശബ്ദങ്ങൾ അങ്ങനെയല്ല. അവർ അതിനിടയിലും വർഗീയത കാണുന്നു, അപര മത വിദ്വേഷം കാണുന്നു, കുറ്റപ്പെടുത്തലുകൾ കാണുന്നു, വീഴ്ചകളെക്കുറിച്ച് ചർച്ചകളിലേക്ക് പോകുന്നു. അത്തരം വിഷയങ്ങളിലേക്കല്ല പോകേണ്ടത്. ഇവർ സമൂഹത്തിൽ ഇത്തരമൊരു നിർണായക ഘട്ടത്തിൽ വിഷം കലക്കാൻ ശ്രമിക്കുന്നവരാണ്. അത്തരക്കാരാണ് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. എങ്ങനെയാണോ ഭീകരർ അവിടെ വന്ന് മതം നോക്കി മതം ചോദിച്ച് ഓരോരുത്തരെ വെടിവെച്ച് കൊന്നത്, അപ്പോൾ അവർക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഇന്ത്യയിൽ അത്തരമൊരു മതവിദ്വേഷം പടർത്തുക എന്നുള്ള ലക്ഷ്യം. അതേ ഭീകരരുടെ ലക്ഷ്യത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. അതിന് അനുകൂലമായി പ്രതികരിക്കുന്നവർ മതത്തിൻ്റെയും ജാതിയുടെയും ഒന്നും വ്യത്യാസമില്ല. ഓരോ മതക്കാരും ജാതിക്കാരും പല ജാതിക്കാരും മതക്കാരും ഒക്കെയുണ്ട്. ഈ തരത്തിലേക്കൊക്കെ സ്വന്തം താല്പര്യത്തിനും രാജ്യ താല്പര്യത്തിനും സമൂഹത്തിൻ്റെ താല്പര്യത്തിനും ഒരു നാടിലെ ജനങ്ങളുടെ ജീവൻ്റെ താല്പര്യത്തിനേക്കാളും ഒക്കെ അപ്പുറം സ്വന്തം ഇത്തരം താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർ, ഇവരെയൊക്കെ ഒറ്റപ്പെടുത്തണം. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ മാത്രമല്ല, സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഇത്തരക്കാരൊക്കെ പ്രചാരണം നടത്തുന്നത്. ഇന്ത്യയിലെ മാധ്യമങ്ങളെ ഏതെല്ലാം തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും മാധ്യമങ്ങളെല്ലാം പക്വത പാലിക്കുകയും ആ രീതിയിലേക്ക് ഈ വിവരങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ചിലർ പ്രസംഗങ്ങളിലൂടെ ചിലർ അവരുടെ ചില സമൂഹ മാധ്യമ കുറിപ്പുകളിലൂടെയൊക്കെ ഇത്തരം വിദ്വേഷം പടർത്തി രാജ്യത്തെ വിഭജിക്കാൻ, ജനങ്ങളെ വിഭജിക്കാൻ, ഉള്ളിലേക്ക് വിഷം കയറ്റിവിടാൻ ഒക്കെ ശ്രമിക്കുന്നത്. ഇവരെ ഒറ്റപ്പെടുത്തേണ്ടേ എന്നുള്ള വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായും ജനങ്ങൾക്കാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ അഭിപ്രായം പറയാൻ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഈ വിഷയം എടുക്കുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. തലശ്ശേരിയിൽ നിന്നും ശ്രീ ദിവാകരനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ദിവാകരൻ, രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട, ഐക്യത്തോടു കൂടി നിൽക്കേണ്ട ഒരു ഘട്ടമാണിത്. ഇന്നലെ സർവകക്ഷി യോഗത്തിലടക്കം വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴും പ്രതിപക്ഷ പാർട്ടികളടക്കം പ്രധാനമായും പറഞ്ഞത് രാജ്യത്തിനൊപ്പമുണ്ട് ഞങ്ങൾ ഒരു കെട്ടായി, നമ്മൾക്കെല്ലാം ഒന്നായി നിൽക്കണം, നമ്മൾ ഒരുമിച്ച് നിന്ന് വേണം ഇത്തരം വെല്ലുവിളികളെ നേരിടേണ്ടതെന്നാണ്. പക്ഷേ അതിനിടയ്ക്ക് ചിലർ ഈ വിദ്വേഷം പടർത്താൻ വേണ്ടി ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ട്. പ്രധാനമായും സമൂഹ മാധ്യമങ്ങളെയാണ് ഇവർ ആശ്രയിക്കുന്നത്. ഇത്തരക്കാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? സാറ് പറഞ്ഞെടുക്ക തന്നെ ഉണ്ട്. പിന്നെ ഈ ഇങ്ങനെയുള്ള കൂട്ടർ മനസ്സിലാക്കുന്ന സംഗതി എങ്ങനെന്ന് പറഞ്ഞാൽ, ഇന്ത്യ രാജ്യം മതേതര രാജ്യം. മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, പിന്നെ ശ്രീനാരായണ ഗുരുസ്വാമി, അങ്ങനെയുള്ള പിന്നെ ലക്ഷക്കണക്കിന് ഹിന്ദു മുസ്ലിം കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. ഇത് ഇന്നലെ തന്നെ ഒരു കുടഞ്ഞിരുന്ന പോലത്തെ എന്തെന്നായത് പിന്നെ മതവിദ്വേഷം. പിന്നെ ഈ സന്ദർഭത്തില് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇന്ത്യ രാജ്യത്തിനെ സംരക്ഷിക്കില്ലേ വേണ്ട? അതെന്ത് ജാതി? എല്ലാ നദികളും കടലിലേക്ക് പോകുന്നു. എല്ലാം ഒന്നും എല്ലാവരുടെ രക്തത്തിന്റെ നിറന്ന് ഈ ജാതിയും അതും. എന്നിട്ട് ഇവരെ കൊണ്ട് കുറ്റം പറഞ്ഞിട്ട് ആടുന്ന് ഭക്ഷണവും കഴിച്ച് ഓരോ എല്ലാ കാര്യവും ചെയ്യും. എന്നിട്ട് ഇന്ന് മതവിദ്വേഷം പകർത്തുക. അതെല്ലാം യൂണിറ്റി സ്ട്രെങ്ത് എന്ന് പറഞ്ഞ പോലെ, സാറ് പറഞ്ഞ പോലെ എല്ലാം നല്ലതായി വരണ്ടേ? ഒരു സമാധാനം. അതെ, ശ്രീ ദിവാകരന്റെ വാക്കുകൾ അതിശക്തമായ വാക്കുകൾ തന്നെയാണ്. ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ എത്ര ഗൗരവത്തോടു കൂടി വിലയിരുത്തുന്നു എന്നത് ഇത്തരം വിദ്വേഷം പടർത്തുന്നവരൊക്കെ കേട്ടിരിക്കേണ്ട വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സമയത്തല്ല ഇത്തരം വിദ്വേഷമൊക്കെ പടർത്തേണ്ടത്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, ഒരു രാജ്യത്തിന് യുദ്ധമുണ്ടായാൽ, ഏത് യുദ്ധമുണ്ടായാലും ഏത് ഭീകരാക്രമണം ഉണ്ടായാലും അതിൽ കുറേ വീഴ്ചകളും പാളിച്ചകളും ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ കാണും, തിരുത്തേണ്ടത് കാണും. അതൊക്കെ പരിശോധിക്കേണ്ടത് തന്നെയാണ്. അതൊക്കെ പരിശോധിക്കേണ്ട ഘട്ടം പക്ഷേ ഒരിക്കലും അതിനെ നേരിടാൻ നിൽക്കുന്ന ആ സമയത്തല്ല. ഈ സമയത്ത് ഈ രാജ്യം ഒന്നായി നിൽക്കേണ്ട സമയത്ത് ഇങ്ങനെ മതവിദ്വേഷം പടർത്തുന്നവർ, അത് ഏതെങ്കിലും ഒരു മതക്കാർ മാത്രമല്ല അതിലുള്ളത് എന്നതുകൂടി പ്രത്യേകം എടുത്തു പറയേണ്ടി വരുന്നുണ്ട്. അത്തരക്കാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്?
കിരൺ സാറേ, ഇന്ത്യൻ ജനതയ്ക്ക് നേരെ പാകിസ്ഥാൻ ഭീകരർ നടത്തിയ അരിങ്കൊലയ്ക്ക് പാകിസ്ഥാന്റെ മർമ്മത്തിലാണ് ഇന്ത്യ അടിച്ചിരിക്കുന്നത്. ജലവും വഴിയും തടയുകയും നമ്മുടെ രാജ്യത്തുള്ള പാകിസ്ഥാൻ പൗരന്മാരെ മടക്കി അയക്കുക വഴി ഒരു രാജ്യത്തിന് കിട്ടാവുന്ന വലിയ അടി തന്നെയാണ് ഇന്ത്യ നടപ്പിലാക്കിയത്. എന്നാൽ ആ രാജ്യവും അടങ്ങിയിരിക്കില്ല. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഭാരതീയർ നമ്മുടെ രാജ്യത്തിനായി ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാൻ, ഒരു ഭാരതീയൻ എന്നുള്ള രീതിയിൽ എന്റെ അഭിപ്രായം ഇതാണ്. ഒറ്റക്കെട്ടായി വളരെ വ്യക്തമാണ്. അങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയം തന്നെയാണ്. ശ്രീ ചന്ദ്രൻ നായർ പറഞ്ഞതുപോലെ രാജ്യം നിൽക്കേണ്ട ഒരു ഘട്ടം കൂടിയാണിത്. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ സമയത്തൊക്കെ ഈ വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നവർ, എന്തിന് സ്വന്തം മുന്നിൽ വെച്ച് ഒരു മകൾ അച്ഛൻ വെടിയേറ്റ് മരിക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു മകൾ, ആ മകൾ ചാനലുകളോട് സംസാരിച്ചപ്പോൾ കരഞ്ഞില്ല എന്ന പേരിൽ, അല്ലെങ്കിൽ അവർ നല്ല വസ്ത്രം ധരിച്ചു എന്നതിൻ്റെ പേരിൽ പോലും അവരെ ആക്ഷേപിക്കുന്ന ആളുകൾ, ഈ ഭീകരാക്രമണത്തിലും മതത്തെയും ജാതിയെയും ഒക്കെ കടത്തിവിടുന്ന ആളുകൾ, ഇവരെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അങ്ങേയറ്റം മോശമായി. ആ പെണ്ണിന്റെ വേദന നമുക്ക് ചാനലിൽ കൂടെ കാണാൻ കഴിഞ്ഞു. അപ്പൊ അതിലൊക്കെ പങ്കുചേരണം. നമ്മൾ അവരുടെ വേദനയിൽ നമ്മൾ ആദ്യമായി പങ്കുചേരണം. പിന്നെ പാകിസ്ഥാൻ ചെയ്ത അങ്ങേയറ്റം തന്നിത്തരം തന്നെയാണ്. പക്ഷെ ഇന്ത്യ രാജ്യം വെള്ളം മുടക്കുക, വഴി മുടക്കുക, അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം പശുക്കള് ദൈവത്തിന്റെ സന്തതികളാണെന്ന് പറയുന്ന പശുവിനെ ആരാധിക്കുന്ന ഈ ഇന്ത്യയിലെ ഭാരതീയർ, അല്ലാതെ BJP, ശരിക്കും പറഞ്ഞാൽ BJP-കാരാണ് ആരാധിക്കുന്നത്. പക്ഷെ അവരൊക്കെ ഈ പശുവിനെ കൊല ചെയ്യല്ലേ ചെയ്യുന്നത്. വെള്ളം അവർക്കുള്ള ഭക്ഷണം എന്നൊക്കെ നമ്മൾ ഒരു നദീജല കരാർ ഇന്ന് മരവിപ്പിക്കുന്നെന്ന് പറഞ്ഞാൽ നാളെ പാകിസ്ഥാനിലേക്ക് പോകുന്ന നമ്മുടെ നദികളെല്ലാം നാളെ അടച്ച് വെള്ളം വിടുന്നില്ല എന്നല്ല. അങ്ങനെ അതൊരു വാച്യാർത്ഥമാണ്. അങ്ങനത്തിലേക്കല്ല പോകുന്നത്. ഇതൊരു സമ്മർദ്ദമാണ്. ഇന്ത്യ പാകിസ്ഥാൻ ഇങ്ങനെ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു അതിശക്തമായ ഒരു സന്ദേശമാണ്. അതല്ലാതെ നാളെ മുതൽ പാകിസ്ഥാനെ പട്ടിണിക്കിടുന്നു എന്നൊന്നും അല്ല അതിനർത്ഥം. അങ്ങനെ ഒരു വെള്ളം അടയ്ക്കുന്ന രീതിയിലേക്കൊന്നും അല്ല പോകുന്നത്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നു, അത് എടുത്തുകൊണ്ട് നിങ്ങൾ ഇതിനെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലൊക്കെ കൂടിയാണത്. പക്ഷെ വെള്ളം തടയാൻ പാടില്ല. വെള്ളം തടയാൻ പാടില്ല. ദൈവം തരുന്ന വരദാനാണ് വെള്ളം. അതെ. ശരി. ശ്രീ മോൻസൺ ആണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ മോൻസൺ, ഈ സമയത്തും ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നവരെ എന്താണ് പറയേണ്ടത്? രാജ്യത്ത് വർഗീയത വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. തീവ്രവാദികൾ എന്നും തീവ്രവാദികൾ. അവർക്ക് ജാതിയില്ല, മതമില്ല, സ്വർഗവും ഇല്ല, ഭൂമിയില്ല, ഒന്നുമില്ല. അവരവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്യുകയാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. തീവ്രവാദികളെ സംബന്ധിച്ച് അവർക്ക് മനുഷ്യത്വമോ ജാതിയോ മതമോ ഒന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൂരത, ഭീകരത എന്നുള്ളതാണ് അവരുടെ മതം. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ട ഈ ഘട്ടത്തിൽ ഈ വർഗീയ വിഷം തുപ്പുന്ന അല്ലെങ്കിൽ ഇത്തരം കുത്തിത്തിരിപ്പുകാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? സാർ നമസ്കാരം. നമസ്കാരം. ഈ സമയത്ത് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവരെ കൽത്തുറങ്കൽ അടക്കണമെന്നാ. പക്ഷെ അത് ചെയ്യാൻ പറ്റുമോ സാർ? അങ്ങനെ ചെയ്താൽ എന്താ ഇവിടെ ഉണ്ടാവുക? അപ്പൊ അതല്ലേ ഇവിടുത്തെ പ്രശ്നം. ഇവിടെ മതേതരത്വവും മറ്റേ വർഗീയതക്കെതിരാ ഭീകരതക്കെതിരാന്ന് പറയുകയാണെങ്കിൽ ഒരു വിഭാഗം ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യ മഹാരാജ്യത്ത് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? അത് ഏത് വിഭാഗമാണ് ശ്രീ ബാലകൃഷ്ണൻ? ഏത് വിഭാഗം ഇല്ലാത്ത ഒരു വിഭാഗത്തിനെ ബാൻ ചെയ്തു. അങ്ങനെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മതം പരസ്യമായിട്ട് ഒരു വിഭാഗത്തിനെ ബാൻ ചെയ്തു. ഇന്ത്യയിൽ ഒരു ഭീകരവാദം ഉള്ള സാർ അറിയൂല? എന്താ സാർ ഇങ്ങനെ എപ്പോഴും സാർ ഇങ്ങനെ ചോദിക്കുന്നത്? PFI ആരാ? ഭീകരവാദികളല്ലേ? താങ്കൾ പറഞ്ഞോളൂ. അല്ല സാർ, സാർ ചോദിച്ചല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഏതെങ്കിലും ഈ സമയത്ത് ഏതെങ്കിലും ഒരു മതത്തെ കുറ്റപ്പെടുത്തേണ്ട, ഒരു മതത്തെ പറയേണ്ട കാര്യമില്ല. അത് ശരിയല്ല. അത് രാജ്യത്തിനുണ്ട് ഐക്യത്തെ തുരങ്കം വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മതത്തെ ഈ സമയത്ത് വർഗീയത പറയുന്നത്. കേരളത്തിലെ ചാനലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും വോട്ടിന്റെ ഇംഗിതത്തിന് വേണ്ടിയല്ലേ സാർ? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി പറഞ്ഞോ ഭീകരവാദികൾ മുസ്ലിമാണെന്ന് ശ്രീ ബാലകൃഷ്ണൻ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ആരും അവരൊക്കെ ഉത്തരവാദിത്തമുള്ളവരാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിലെ അവരാരും മോശപ്പെട്ട രീതിയിൽ ആരും സംസാരിച്ചിട്ടില്ല. അല്ല, അത് വോട്ടിന് വേണ്ടിയൊക്കെ പലരും പറഞ്ഞാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞു? ദൃഷ്ടി ഞങ്ങൾക്ക് കാഴ്ച തന്നില്ലെങ്കിലും ഞങ്ങളെ കാഴ്ചപ്പാട് ഞങ്ങൾ ഈ മഹാരാജ്യത്താണ് സാർ ജീവിക്കുന്നത്. ഞങ്ങൾക്കറിയാം, അതിനെക്കുറിച്ചുള്ള ബുദ്ധി ഞങ്ങൾക്കുണ്ട്. ആരൊക്കെ അവിടെ വോട്ടിന് വേണ്ടി രാഷ്ട്രീയം കളിക്കുന്നതെന്നുള്ള ഇവിടെ. ശ്രീ ബാലകൃഷ്ണൻ, അതല്ല നമ്മുടെ ചർച്ചാ വിഷയം. ഇത്തരം ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ ആ സമയത്ത് സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ഇത് ചർച്ച ചെയ്യേണ്ട സമയമല്ല എന്നാണ് പ്രതിപക്ഷം തന്നെ പറഞ്ഞു ഏത് നടപടിക്കും പിന്തുണ നൽകുന്നു. അതെ, പറഞ്ഞു. പറയുന്നത് ഇവര് സുരക്ഷാ വീഴ്ചയുണ്ട്. സുരക്ഷാ വീഴ്ച ഉണ്ടെങ്കിൽ അത് നോക്കേണ്ട സമയം ഇപ്പല്ല. അത് പ്രതിപക്ഷം അത് കൃത്യമായി പറഞ്ഞല്ലോ.
വളരെ കൃത്യമായ പ്രതിപക്ഷം പറഞ്ഞല്ലോ അത്. അപ്പൊ പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നില്ല പ്രതിപക്ഷം. അത് തന്നെ പ്രതിപക്ഷമല്ല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ചില ആളുകളാണ്. അത് തന്നെ അവരെ പിടിച്ച് കൽത്തുറക്കൽ അടക്കണമെന്ന് ഞാൻ അതെ, പറഞ്ഞു. അത് തന്നെയാണ് വേണ്ടത് ശ്രീ ബാലകൃഷ്ണൻ. അടച്ചാൽ ഇവിടെ എന്താ സാർ പ്രശ്നം? അത് തന്നെയാണ് ശ്രീ ബാലകൃഷ്ണൻ വേണ്ടത്. ഇറക്കി വിടൂലേ? ഈ സമയത്ത് വർഗീയത പറയുന്നവരെ പിടിച്ച് ഇവിടെ എന്ത് നല്ല കാര്യം ചെയ്താൽ അതിനെല്ലാം പബ്ലിക്കിന് റോട്ടിൽ ഇറക്കൂലേ സാർ? നല്ല കാര്യം ചെയ്താൽ എങ്ങനെയാണ്? സപ്പോർട്ട് ചെയ്യുന്ന ഒളിഞ്ഞും തെളിഞ്ഞും സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയൊന്നും അങ്ങനെ ഒരു പാർട്ടിയും ഇല്ല. കേരളത്തിൽ ഇല്ല എന്ന് പറയുന്നത് എങ്ങനെയാ? അതങ്ങനെയാ ഇല്ല എന്ന് പറയാ? ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. കേരളത്തിൽ ഉണ്ടായിരുന്നു, ബാൻ ചെയ്തിരിക്കുക. കേരളത്തിൽ ഇന്നാലും നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു ഭീകരതയും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. താങ്കളുടെ പ്രത്യക്ഷ താങ്കളുടെ ഭാഷയില്ല. ഞങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഞങ്ങൾക്ക് ഞാനും ജീവിക്കുന്നല്ലേ ഈ രാജ്യത്ത്. ഞാൻ വേറെ രാജ്യത്താണ് ജീവിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഔദ്യോഗികമായി എവിടെയെങ്കിലും അങ്ങനെ ഒരു പാർട്ടിയും പറഞ്ഞിട്ടില്ല. വോട്ട് കിട്ടുവാൻ എവിടെയും പോകും. വോട്ട് കിട്ടാൻ പോകും, അതിനെ കുറിച്ച് ഞാനും നിഷേധിക്കുന്നില്ല. വോട്ട് കിട്ടലെന്നല്ല, പിന്നെ വോട്ട് കിട്ടാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വന്തം ജാതിയും മതവും വർഗീയതയൊക്കെ പറയാറില്ലേ? അതൊന്നും അല്ല, ഈ സമയത്ത് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. മലപ്പുറത്തിനെതിരായിട്ട് വർഗീയത പറഞ്ഞെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി പോയില്ലേ? പോകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ. അതല്ലല്ലോ വിഷയം. ശ്രീ ബാലകൃഷ്ണൻ ശരി, ഓക്കെ ശരി. ശ്രീ ബാലകൃഷ്ണൻ അങ്ങനെ ലോക്കലായ കാര്യങ്ങൾ ഭീകരവാദത്തിന് സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് ആരും പറയണ്ട. ഭീകരവാദത്തിന് സപ്പോർട്ട് എന്തായാലും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ ഭീകരവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർവ്വക്ഷേമം വിളിച്ചാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്ന് രാജ്യം ഐക്യത്തോടു കൂടി പോകണമെന്ന് തന്നെയാണ് പറയുന്നത്. അത്ര ഉത്തരവാദിത്തമൊക്കെ ഉള്ളവരാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അക്കാര്യത്തിലൊന്നും സംശയമില്ല. നമുക്ക് അങ്ങനെ അവരെ മറ്റു തരത്തിലൊക്കെ വോട്ടിന് വേണ്ടിയൊക്കെ പല നിലപാടുമൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്നവർ തന്നെയാണ്. ആ ഉത്തരവാദിത്തം നമ്മൾ ആദ്യ ബഹുമാനത്തെ തന്നെ അംഗീകരിക്കണം. അതിന് ഏത് ചെറുതും വലുതുമായ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്നും. ശ്രീ പ്രദീപ്, ഈ സമയത്ത് മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്വന്തം ഉള്ളിലെ ഈ മതവിദ്വേഷമൊക്കെ പുറത്തുവിടുന്ന ചില ആളുകൾ ഇത്തരക്കാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? നമസ്കാരം കിരൺ. നമസ്കാരം കിരൺ, ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ള ഒരു താങ്കൾ എന്നും പറയുന്നത് താങ്കൾ പറയുന്ന കാര്യത്തിൽ ഇടപെടേണ്ട കാര്യങ്ങൾ ഇടപെടും. നിങ്ങൾ ഇടപെടൂ. ഇടപെടേണ്ട കാര്യമാണെങ്കിൽ ഇടപെടും. അതിന് സംശയം എന്താ? നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞത് ഇടപെടാതിരിക്കും. താങ്കളും ഞാനും തമ്മിൽ ആശയ വ്യത്യാസമാണ് അതിന് കാരണം. ആശയ വ്യത്യാസമൊന്നുമല്ല കാരണം. ആശയ വ്യത്യാസമുള്ള ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ടല്ലോ, അവരോടൊന്നും ഇടപെടേണ്ടി വരുന്നില്ലല്ലോ. അത് താങ്കളുടെ ആൾക്കാർക്കൊക്കെ താങ്കൾ സമയം ചെയ്തു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ പറഞ്ഞു രണ്ടുപേരെ ഭിന്നിപ്പിക്കുന്നു, രാജ്യത്ത് ഐക്യമായി നിൽക്കേണ്ട ഈ സാഹചര്യത്തിൽ ആരാണ് പ്രശ്നം ഉണ്ടാക്കണമെന്നല്ലേ? ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ഈ എം എ ബേബി കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? 370 എടുത്ത് മാറ്റിയതിന് റിട്ടാലിയേഷൻ ചെയ്തു എന്നാണ് പറഞ്ഞത്. അത് കേരളത്തിലെ എല്ലാ ചാനലുകളും പറഞ്ഞു. നമ്മുടെ 370-ക്കെതിരെ അതല്ലല്ലേ. ഈ 370-ക്കെതിരെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് ഓരോ നിലപാടുണ്ട്. ആ നിലപാട് മാറാൻ പറ്റുമോ പെട്ടെന്ന്? ഇന്നലെ പറഞ്ഞത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നതിന് അദ്ദേഹം പറഞ്ഞത്, എം എ ബേബി പറഞ്ഞ വാക്കാണ് 370 എടുത്തു മാറ്റിയതിന്റെ റിട്ടാലിയേഷൻ എന്നാണ് പറഞ്ഞത്. റിട്ടാലിയേഷന്റെ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് റിട്ടാലിയേഷൻ? അതാണ് പറഞ്ഞത്. ഒന്ന്, അതേപോലെ നമ്മുടെ വധേര എന്താണ് പറഞ്ഞത് കോൺഗ്രസിന്റെ? എം എ ബേബി പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. എം എ ബേബി പറഞ്ഞത് ഇപ്പോ ഭീകരപ്രവർത്തനം എന്തായാലും കേരളത്തിലെ എം എ ബേബി പോലെ ഒരാൾ പറഞ്ഞത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ എവിടെയും താങ്കൾ ഈ പറഞ്ഞ അർത്ഥത്തിലല്ല പറഞ്ഞത്. 370-ക്കെതിരെ കൃത്യമായ തന്നെ നിലപാടുണ്ട്. പല പാർട്ടികൾക്ക് നിലപാടുണ്ട്. അവർക്ക് അവരുടെ നിലപാട് ഈ ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ മാറ്റാൻ പറ്റുമോ? അവരാ നിലപാടല്ലേ പറയുന്നത്? അല്ല ഒന്ന് ഞാൻ പറയട്ടെ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ CPM നിലപാട് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, ലോകം മുഴുവനുള്ള അറിയാം. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്നപ്പോൾ രക്തം കൊടുക്കലെന്ന് പറഞ്ഞതല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ? ഇന്ത്യൻ പട്ടാളത്തിന് രക്തം കൊടുക്കണേന് VS അച്യുതാനന്ദനെ മാറ്റി നിർത്തിയില്ലായിരുന്നോ പാർട്ടിയിൽ നിന്ന്? ശരി, അതുപോട്ടെ. പിണറായി വിജയൻ ഇന്ന് ഇന്ത്യ മുഴുവനും അതിന്റെ ദുഃഖത്തിൽ, ഈ ഇത്രയും പേര് 26 പേരും മരിച്ച് അതിന്റെ ദുഃഖത്തിൽ ഇരുന്നപ്പോ പിണറായി വിജയൻ AK സെന്ററിന്റെ പുതിയ ഉദ്ഘാടനം നടത്തി അവിടെ ആഘോഷം. അങ്ങനെ ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം ഇന്ത്യൻ മന്ത്രിമാർ, കേരളത്തിലെ മന്ത്രിമാർ, ഇന്ത്യ വിവിധ സംസ്ഥാന മന്ത്രിമാരൊക്കെ ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്. അവരൊക്കെ രാഷ്ട്രീയ പ്രചരണത്തിലും അല്ലാതെയൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഒരു പാർട്ടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇതുമായിട്ടാണ് ബന്ധം. പ്രതിനിധി അതൊന്നും കാണാതെ ഒരു കണ്ണ് മാത്രം തുറന്നു വെച്ചിരിക്കുന്നത് എല്ലാം കാണണ്ടേ? എല്ലാവരും ചെയ്യുന്നില്ല ഇതൊക്കെ. എന്റെ അമ്മ മരിച്ചു കിടക്കുമ്പോ ഞാൻ അടുത്തവന്റെ വീട്ടിൽ പോയി കല്യാണ സദ്യ ഉണ്ണാറില്ല. നിങ്ങൾ ഇന്ന് ചെയ്ത അതാണ് ആ നാട്ടിൽ. അങ്ങനെയൊന്നുമല്ല. ഇന്നലെ പരിപാടി നടന്നില്ലേ? ഇന്നലെ പ്രധാനമന്ത്രി അടക്കം പരിപാടികൾ പങ്കെടുത്തില്ലേ? മന്ത്രിമാർ പങ്കെടുക്കുന്നില്ലേ? വിവിധ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നില്ലേ? അങ്ങനെ എത്രയോ പരിപാടികൾ നടക്കുന്നുണ്ട്. രാജ്യത്തൊരു ദുഃഖമുണ്ട് എന്ന് കരുതി ഒരു പരിപാടി എല്ലാ പരിപാടിയും മാറ്റി വെക്കാൻ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി എന്റെ മാത്രം പ്രധാനമന്ത്രി അല്ല, താങ്കളുടെ. അതെ, അദ്ദേഹം അടക്കം എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അതിലും തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. താങ്കളാണ് തെറ്റ് കാണുന്നത്. അതിൽ തെറ്റുണ്ട്. അതെങ്ങനെയാണ് തെറ്റുണ്ടാവുന്നത്? ഒരു രാജ്യവും ഒരു ഒറ്റ വാക്കിൽ നിൽക്കണം. ഇന്ത്യയുടെ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. പ്രധാനമന്ത്രി ഒരു ചടങ്ങിൽ പങ്കെടുത്തു എന്ന് കരുതി പോയി രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ട ചെയ്തിട്ടാണ് അദ്ദേഹം ചടങ്ങിൽ പങ്കെടുക്കുന്നത്.
നോക്കൂ കിരൺ, ഇവിടെ ഈ സംഭവം നടന്നിട്ട് അന്ന് ഈ താങ്കൾ ഈ ഓരോരോ പൊതുവേദി വാക്കായിട്ട് മാറി മാറി പോവാതെ ഒരിടത്ത് നിന്ന് സംസാരിക്കും. അല്ല, ഞാൻ ഇവിടെ ഞാൻ മാറിപ്പോയില്ല. എന്തായാലും ഞാൻ അധികം ദീർഘിക്കുന്നില്ല. കാരണം എന്റെ പുറകെ വരുന്നവർക്ക് കെട്ടിത്തൂങ്ങി കിടക്കാൻ വേണ്ടി ഞാൻ സമയം കൊടുക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. ശരി, ഓക്കെ. ഇങ്ങനെയും ചില ആളുകൾക്ക് രാഷ്ട്രീയമായി ഏതെങ്കിലും ഒരു പരിപാടിയൊക്കെ നടക്കുന്നതിന് ഇന്ത്യയിൽ പല പരിപാടികൾ നടക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ മാത്രം പറയുമ്പോഴാണ് ചോദിക്കേണ്ടി വരുന്നത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരുണ്ട്, ആലത്തൂരിൽ നിന്നും ശ്രീ മോഹൻദാസ് ആണ്. ശ്രീ മോഹൻദാസ്, താങ്കൾ എങ്ങനെയാണ് ഈ സമയത്തും ഈ കുത്തിത്തിരിപ്പിന് വേണ്ടി പരിശ്രമിക്കുന്നവർ, അത് അവരുടെ വാക്കുകളിലൊക്കെ അത് വ്യക്തമാണ് താനും പലപ്പോഴും, അത്തരക്കാരെ എങ്ങനെയാണ് കാണുന്നത്? ഒന്ന് രണ്ട് പോയിന്റ്സ് മാത്രം ഞാൻ പറയാം. അതിന് അതിന്റെ ഇടയ്ക്ക് ഫെയ്ഡ് ഔട്ട് ആക്കരുത് കേട്ടോ. വളവളാരിഷ്ടം പറയാൻ പറ്റുന്നില്ല. കാര്യം ഞാൻ പറയാം. അതുകൊണ്ട് ഇപ്പൊ അതൊക്കെ അപലപനീയം തന്നെയാണ് തീർച്ചയായിട്ടും. ഈ കാര്യം നമ്മൾ ഈ സമയത്ത് വേണ്ട കാര്യങ്ങളല്ലത്. പിന്നെ പാകിസ്ഥാൻ, നമ്മൾ യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയിലും സമാധാനത്തിലൊക്കെ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നവരാണ്. അവർക്കെന്ത് യൂണിറ്റി എന്ത് ഡൈവേഴ്സിറ്റി, അത് പോകാൻ കാണിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അവർക്ക് ആരെയും പേടിയില്ല. ഇപ്പൊ ഒന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് മുഴുവൻ പരസ്പര വിരുദ്ധമാണ്. അമേരിക്കക്കാര് ഈ പാകിസ്ഥാന്റെ മസ്തിഷ്കത്തിൽ നുഴഞ്ഞു കയറി എന്നാ പറയുന്നത്. അപ്പോഴോ പാലൂട്ടി വളർത്തിയത് തെറ്റായി പോയി, അമേരിക്കയാണ് ഞങ്ങളെ അതിന് പ്രേരിപ്പിച്ചതെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞത്. അപ്പൊ അവര് ബുദ്ധി പണയം വെച്ചിരിക്കുകയാണ്. അവരുടെ കഴിവും ബുദ്ധിയൊക്കെ പണയം വെച്ചിരിക്കുകയാണ്. അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല സാറേ, നമുക്കാണ് നഷ്ടപ്പെടുക. നേരത്തെ പറഞ്ഞു, ഞാൻ പറയാൻ കരുതി വെച്ചതായിരുന്നു, വാഴ എന്ന് മുള്ളി വീണാലും വാഴ വീണാലും കേടുന്നു. നമ്മള് പുരോഗമനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് ആകെ പൊളിഞ്ഞ അണ്ടം പാപ്പറായിട്ട് കിടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അവർക്ക് ഒരു നഷ്ടം അവർക്ക് വരാനൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഇന്നിപ്പോ 2 ദിവസം മുമ്പ് സംഭവിച്ചത്, BSF ജവാനെ അടുത്ത വീട്ടിലേക്ക് കയറി പോകുന്ന പോലെ ഈ പാകിസ്ഥാന്റെ ഈ അജിറ്റേഷൻ നടക്കുമ്പോൾ ചെയ്യുക ആരെങ്കിലും. പിന്നെ അയാളെ പിടിച്ചു വെച്ചിട്ട് ഈ ജമ്മം വിട്ടില്ല. ഈ യുദ്ധ തടവുകാരനല്ല അയാള്, അതിനു മുമ്പുള്ള ഇതാണ്. അവർ കുറ്റം ചാർജിട്ട് അയാളെ എന്ത് ചെയ്യുന്നത് കണ്ടെന്നറിയണം. പിന്നെ അയാളെ മസ്തിഷ്കത്തിൽ നിന്നുള്ളത് പലതും ചോർത്തിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യും, അതും ചെയ്യും. ഇതാണ് കഷ്ടമാണ്. ശരി, യൂട്യൂബിലെ ചില പ്രതികരണങ്ങൾ കൂടിയുണ്ട്. വി ആർ വൺ, ഓൾ ഇന്ത്യൻ ആർ അവർ ഫാമിലി എന്ന് പറയുന്നു. ഡിൽറോസ് ബ്ലോഗാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മോഹനൻ ES പറയുന്നു, വെള്ളം ദൈവം തരുന്നതാണ്, ജീവൻ തരുന്നത് മാതാപിതാക്കളും എന്ന് പറയുന്നു. ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് മതവിദ്വേഷം പരത്തുന്നത് എന്തിനാണ്? നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ്, ഇവിടെ വർഗീയത വളർത്തരുത്, ഇങ്ങനെയുള്ളവരെ അമർച്ച ചെയ്യണമെന്ന് സുനിമോൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്വേഷ പ്രചാരകരെ നിലയ്ക്ക് നിർത്തണം, സംശയമില്ല. പക്ഷേ ഇസ്ലാമിക തീവ്രവാദം ആ രീതിയിൽ അഭിസംബോധന ചെയ്യപ്പെടണം. ഒരു മതവും അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കാൻ പാടില്ല. അതുതന്നെ ഒരു മതവും അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കാൻ പാടില്ല. ഒരു മതവും അങ്ങനെ പറയുന്നില്ല. പക്ഷേ ആ മതത്തിൻ്റെ പേരിലൊക്കെയാണ് പലപ്പോഴും പലരും ഇത്തരം വിദ്വേഷമൊക്കെ പ്രചരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ആരും മതത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കും. മതത്തെ ആരെങ്കിലും തള്ളിപ്പറയണമെന്നൊന്നും ശ്രീ ജോസഫ് KM ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. രാജ്യത്തിന് ഒരു അപകടം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു. ഇന്ത്യയിലെ 99.99% ആളുകളും അങ്ങനെ ഒന്നിച്ചു തന്നെയാണ് നിൽക്കുന്നത്. സാധാരണക്കാരായ മനുഷ്യരെല്ലാവരും അങ്ങനെയാണ് നിൽക്കുന്നത്. ചില കുത്തിത്തിരിപ്പുകാർ വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ, അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. മറ്റേ ന്യൂ തിങ്കർ എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകണം. ജയകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ ജയകുമാർ, ഈ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നമുക്ക് യുദ്ധത്തിനോ അല്ലെങ്കിൽ ഭീകരാക്രമണമൊക്കെ ഉണ്ടാകുമ്പോൾ അതെന്തുകൊണ്ടുണ്ടായി, അതിലെന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, ഇതെല്ലാം പരിശോധിക്കുകയും ആ തിരുത്തലുകളൊക്കെ വരുത്തിയാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അതൊക്കെ ചെയ്യുകയും ഒക്കെ വേണം. ഈ സമയത്ത് പക്ഷേ ഒരു യുദ്ധത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭീകരാക്രമണത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ ഒരു രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ടതാണ്. അങ്ങനെ ഒന്നിച്ചു നിൽക്കുകയാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം പേരും. അവിടെയാണ് ചിലർ മതമൊക്കെ വർഗീയത കുത്തിക്കലർത്താൻ വേണ്ടി ശ്രമിക്കുക. അത് ഏതെങ്കിലും ഒരു മതക്കാർ മാത്രമല്ല ഇത് ചെയ്യുന്നത്, എല്ലാ മതത്തിൽപ്പെട്ട ചില ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് ഈ സമയത്തും ഈ കൊതുകിന് താല്പര്യം എന്ന് പറയുന്നത് പോലെ അവർക്ക് ഇപ്പോഴും താല്പര്യം ഇതിലൊക്കെയാണ്. എന്താണ് അവരെ പറയേണ്ടത്? നമസ്കാരം സാറേ. നമസ്കാരം. ഈ സർവകക്ഷി യോഗം വിളിച്ചപ്പോഴ് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാർട്ടികളും ഫുൾ സപ്പോർട്ടാണ് മോദിക്ക് കൊടുത്തിട്ടുള്ളത്. ഫുൾ സപ്പോർട്ടാണ്. എന്ത് ചെയ്താലും ഞങ്ങൾ അംഗീകരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതും മാറ്റി വെച്ചുകൊണ്ട് പിന്നെ ഈ മതവിദ്വേഷം വളർത്തുന്നത് ഒട്ടും ശരിയല്ല. ഇവിടെ ഭീകരനെ ആക്രമിച്ചപ്പോഴത്തേക്ക് ജാതി ചോദിച്ചു, ജാതി പേരെന്തോ ചോദിച്ചപ്പോഴത്തെ മുസൽമാനാണെന്ന് തൊക്കോളം പറഞ്ഞിട്ട് അദ്ദേഹം പോകാതെ അയാളെ തോക്ക് വാങ്ങിച്ച് വെടിയേറ്റ് ചത്ത ഒരു മനുഷ്യനാണ് അവിടെ. അപ്പൊ ആദരിക്കേണ്ടതാണ് ആ വർഗത്തിന്, ആ മതത്തിനെ ആദരിക്കേണ്ടതാണ്. ഒരു കാരണവശാലും ഈ പറഞ്ഞ രീതിയിൽ മത കലർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിദ്വേഷം ചിലരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. പക്ഷെ അതിനെ ഈ പേരും പറഞ്ഞ് വലുതാക്കി കൊണ്ടുപോകാനാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ കഷ്ടമാണ്. ശരി, ഓക്കെ. ശ്രീ സ്കറിയാണ് ചെറുപുഴയിൽ നിന്നും.
ശ്രീ സ്കറിയ, താങ്കൾ എങ്ങനെയാണ് ഈ രാജ്യം ഒന്നിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് ആ തരത്തിലേക്ക് രാജ്യത്തിന് ഒന്നിച്ചു നിൽക്കണം, ഈ സമയത്ത് അങ്ങനെ വേണം പോരാടേണ്ടത് എന്ന് പറയുമ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിലും ഭീകരാക്രമണത്തിലും മതം കണ്ടുകൊണ്ട് അവരെ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നവരെ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതികരിക്കുന്നവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? നമസ്കാരം കിരൺ. നമസ്കാരം. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മള് 142 കോടി ജനങ്ങളുള്ള ഇന്ത്യയില് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. എനിക്ക് 59 വയസ്സായി കിരൺ, ഞാൻ പറയുന്നത് കേൾക്കൂ കിരൺ, എനിക്ക് 59 വയസ്സായി. എനിക്ക് ഓർമ്മ വെച്ച കാലം തുടങ്ങി പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഓരോരോ രീതിയിലുള്ള കടന്നാക്രമണം നടത്തി നമ്മളുടെ നികുതി പണം അവിടെ അതിർത്തികളിൽ ചെലവഴിക്കുകയാണ്. അപ്പൊ അവരന്നിട്ട് ഇന്ന് പറയുകയാണ് ഞങ്ങൾ 30 കൊല്ലമായി ഭീകരപ്രവർത്തനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അതൊരു സ്വാതന്ത്ര്യ സമരമായിട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെ പാകിസ്ഥാനികൾ പറയുന്നു. UN-ന്റെ ഒരു സെക്രട്ടറി പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും സമാധാനം ആഗ്രഹിക്കണമെന്ന്. ഈ UN-ലുള്ള ഉദ്യോഗസ്ഥർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യ എപ്പോഴും സമാധാനമാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അതിന് പല പല തെളിവുകളുണ്ട്. 73-ലെ യുദ്ധം, കാർഗിൽ യുദ്ധം, നമ്മുടെ പാർലമെന്റ് ആക്രമണം, മുംബൈയിൽ ആക്രമണം, അതിന്റെ പ്രധാനപ്പെട്ട ഒരാളെ വിദേശത്തു നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം സഹിക്കുമ്പോൾ ഈ UN-ല് ഇത്രയും കാലം പാകിസ്ഥാനോട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, പാകിസ്ഥാൻ ഇത് ചെയ്തെന്ന് അവർ സമ്മതിക്കുമ്പോൾ, കുറ്റസമ്മതം നടത്തുമ്പോൾ ആ പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്താൻ UN-ന് കഴിയുന്നില്ലെങ്കിൽ ഇന്ത്യയല്ല UN മര്യാദ പഠിപ്പിക്കണ്ടേ? ഇന്ത്യയിലുള്ള 142 കോടി ജനങ്ങൾ, 25 കോടി ജനമുള്ള പാകിസ്ഥാനിലേക്ക് ഇവിടുത്തെ കുഞ്ഞു പിള്ളേര് കല്ല് പെറുക്കി എറിഞ്ഞാൽ മതി പോവാം. പിന്നെ അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ടെന്ന്. അത് നമ്മുടെ കയ്യിലുണ്ട്. യുദ്ധം ചെയ്യേണ്ട വന്നാൽ കൃത്യമായും ഇന്ത്യൻ മിലിറ്ററി, ഇന്ത്യൻ. ശരി, ശ്രീ സ്കറിയായിരുന്നു ചെറുപുഴയിൽ നിന്ന് സംസാരിച്ചത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് അവിടെ വിഷം കലർത്തുന്ന ആളുകൾ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, നമ്മളെല്ലാവരും സംയമനം പാലിക്കണം. നമ്മൾ വെറുതെ ചുമ്മാ പൊട്ടിത്തെറിച്ചിട്ട് കാര്യമില്ല. നമ്മള് ഈ രാജ്യത്തിന് പറഞ്ഞോളൂ. ഈ രാജ്യത്തിന് ഒരു ഭരണകൂടമുണ്ട്, നല്ല നിശാബോധന ഭരണകൂടമാണ്. അവർ പോയതുപോലെ ചെയ്തോളൂ. ഒരു ആർഎസ്കാരനോ BJP-കാരനൊന്നും പ്രത്യേകമായിട്ട് ആളാകൊന്നും വേണ്ട. ആരും നമ്മളെ കുറച്ച് സംയമനം പാലിക്കണം. നമ്മളെ ഒരു വർഗീയതയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ വംശത്തെ നമുക്ക് മനസ്സിലാക്കി അത് അനുഭവിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ. ഈ ലോകത്തെ ഏറ്റവും ഭീകരമായ അവസ്ഥയായിരിക്കും ഈ വർഗീയ ലഹള. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എല്ലാം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആരെങ്കിലും പേടിക്കുക. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ TV ചാനൽ വഴി എല്ലാ ദിവസവും വിളിക്കുക, പൊട്ടിത്തെറിച്ച് വാർത്താൽ നിങ്ങൾ ആരും പേടിക്കുന്നില്ല. എല്ലാവരും പറഞ്ഞത് ഇത് ശരിയില്ല. സംയമനം പാലിക്കേണ്ടതായിരുന്നു. ശരി, അത് തന്നെയാണ് വേണ്ടത്. പറഞ്ഞു. നമ്മൾ മനുവിനെന്ത് പറ്റി? മനു ഒരാഴ്ച ലീവ് ആയിട്ട് വീട്ടിൽ പോയതാണ്. മനു കുറച്ച് ദിവസം അടുത്ത ആഴ്ച എന്തായാലും തുടക്കത്തിൽ തന്നെ. ശരി, മനുവിനോട് അന്വേഷണം പറയാം ശ്രീദാസന്റെ. ഏതായാലും ദാസൻ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇത് വൈകാരികമായി തുടക്കത്തിലൊരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ആളുകളൊക്കെ വൈകാരികമായി പ്രതികരിക്കും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ആ വൈകാരികത മുതലെടുത്ത് പരസ്പരം തൻ്റെ മതപരമായ എതിരാളികൾക്ക് നേരെ വിനിയോഗിക്കുന്ന, അതിന് ഏത് മതക്കാരനായാലും അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്, അത് ഒറ്റപ്പെടുത്തേണ്ടത് തന്നെയാണ്. നമുക്ക് കണ്ണനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ കണ്ണൻ, ഈ ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ എന്താണ് പറയേണ്ടത്? നമസ്തേ സാർ. നമസ്കാരം സാറേ, എനിക്ക് ആദ്യം പറയാനുള്ളത്, നമുക്ക് കട്ട് ചെയ്യരുത്, പറഞ്ഞോളൂ. നമ്മുടെ ഇപ്പൊ ലോകത്തില് ഇപ്പൊ യുദ്ധങ്ങൾ കുറെ നാളായിട്ടുണ്ടാകുന്നു. പക്ഷെ ലോകത്തില് ഒട്ടനേകം ദൈവങ്ങളുടെ പേരിൽ ഉള്ള പ്രശ്നങ്ങളാണ്. ഈ ദൈവങ്ങളുടെ പേരിലാണല്ലോ ഈ മരണങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എവിടെ പോയി കിടക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ നിങ്ങളുടെ സൃഷ്ടികളായ മനുഷ്യര് തമ്മിലടിച്ച് കൊല്ലുന്നത്? നിങ്ങളുടെ കണ്ണു കണ്ടുകൂടെ? നിങ്ങളുടെ മക്കള് ഇവിടെ ഈ ലോകത്തിൽ എല്ലാ സ്ഥലങ്ങളിലും കിടന്ന് മരണപ്പെടുമ്പോൾ ഈ ദൈവങ്ങൾ എവിടെ പോയി ഒളിച്ചിരിക്കുന്നു? അതുമാത്രമല്ല, ഇപ്പം നമുക്ക് ഇവിടെ ലോകത്തിലേക്ക് ഏറ്റവും സുഖകരമായിട്ട് ജീവിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങൾ ഇവിടെ സുഖകരമായിട്ട് ജീവിക്കുന്നത് പാകിസ്ഥാനിലുള്ള ഈ വർഗീയവാദികൾക്ക് ശരിക്കും ദഹിക്കുന്നില്ല. അപ്പൊ അവർക്ക് ഒരു ദോഷം ഉണ്ടാകാൻ കൂടിയാണ് ഈ പാകിസ്ഥാനികൾ ഇത്തരം ഭീകര ആക്രമണങ്ങൾ ഇവിടെ നടത്തുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, ഇങ്ങനെ വിഷം കലർത്താൻ ശ്രമിക്കുന്നവരെ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കിരൺ ബാബുവിന്റെ ആമുഖത്തിലെ നല്ല വാക്കുകൾ അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയുകയാണ്. കിംവദന്തികളിൽ നിന്നും പ്രൊപ്പഗണ്ടയിൽ നിന്നും നുണപ്രചരണങ്ങളിൽ നിന്നും നാം വഞ്ചിതരാകരുത് എന്നാണ് ആമുഖമായി ഇക്കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്.
തീവ്രവാദികൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഭിന്നിപ്പിച്ചുകൊണ്ട് കലഹമുണ്ടാക്കാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമമാണ് നടത്തുന്നത്. അതിനൊരിക്കലും നാം നിന്നുകൊടുക്കരുത്. ഈ ഭീകരന്മാരെ ഏത് വിധേനയും അവരെ തുറുങ്കിലടക്കാനും അവരെ ശിക്ഷിക്കാനും അവരെ കൊണ്ട് സത്യം പറയിപ്പിക്കാനും ഉള്ള ഒരു തന്റെയിടവും മനക്കരുത്തും അതിൽ ആത്മവിശ്വാസവും നമ്മുടെ ഭരണകൂടത്തിന് ഉണ്ടാവണം. ഭരണകൂടത്തിന് എല്ലാവിധ പിന്തുണയും എല്ലാ നിലയിലും രാജ്യം ഒറ്റക്കെട്ടായി അവരെ കൂടെ നിൽക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ. അതുകൊണ്ട് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ വിഷം കലക്കി ആളുകളെ ഭിന്നിപ്പിച്ച് വിവിധ തട്ടുകളിലാക്കി അവരെ കലയിപ്പിക്കാനുള്ള വ്യാമോഹത്തിന് അടിവേറക്കണം എന്നാണ് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്. ഏതായാലും നല്ല ഒരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നീക്കത്തിന് രാജ്യം ഒറ്റക്കെട്ടായി ഈ ഭരണകൂടത്തിനോടൊപ്പമുണ്ട്, ഗവൺമെന്റിനോടൊപ്പമുണ്ട് എന്നാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ തങ്കച്ചനാണ് മുഹമ്മയിൽ നിന്നും. ശ്രീ തങ്കച്ചൻ, നമ്മൾ ഒരു യുദ്ധം ഉണ്ടായാൽ യുദ്ധത്തിന് പല കാരണങ്ങൾ കാണും, അല്ലെങ്കിൽ ആ യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ നമ്മുടെ വീഴ്ച കാണും, അല്ലെങ്കിൽ രണ്ട് കക്ഷികളുണ്ടെങ്കിൽ രണ്ട് കക്ഷികളുടെ വീഴ്ച, അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് തിരുത്തേണ്ടത് ഓരോ രാജ്യത്തിന് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളിലൊക്കെ. അപ്പോൾ ഈ ഭീകരാക്രമണം ഉണ്ടാകുക, യുദ്ധം ഉണ്ടാകുക, അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ ആ രാജ്യം ആരാണോ പങ്കെടുക്കുന്നത് ആ രാജ്യം ഒന്നിച്ചു നിൽക്കുക. അതാണ് ലോകമുണ്ടായ കാലം മുതൽ ഉള്ള ഒരു രീതി, അതാണ് ശരിയായ മാർഗവും. പക്ഷെ ആ സമയത്തും ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടത്തിലും ഈ വിദ്വേഷം പടർത്തുന്നവരെ എന്താണ് പറയാനുള്ളത്? വിദ്വേഷം പകർത്തുന്നവരെ നിയമപരമായിട്ട് തന്നെ നടപടി സ്വീകരിച്ച് എടുക്കണം എന്നുള്ളതാണ്. കാരണം അത് തെറ്റാണ്, തികച്ചും തെറ്റാണ്. കാരണം മതപരമായിട്ടല്ലല്ലോ ഒരു യുദ്ധം നടന്നത്. അപ്പൊ അത് തികച്ചും തെറ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ നിയമപരമായ നടപടി സ്വീകരിക്കണം. അത് സംസ്ഥാന സർക്കാരും സംസ്ഥാനത്താണ് നടന്നത്, അവർ ചെയ്യണം, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യണം. പിന്നെ പ്രദീപ് ന്യൂയോർക്ക് എന്ന് പറഞ്ഞ് ഒരാൾ വിളിച്ചിട്ട് MABയുടെ നെഞ്ചത്തോട്ട് കയറണ്ട. കാരണം MAB എന്തെങ്കിലും പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് പറയുന്ന ഒരാളാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് തന്നെയാണ് MABയുടെ ചരിത്രവും അത് തന്നെയാണ്. പിന്നെ AKG സെന്റർ ഉദ്ഘാടനം ചെയ്ത പിണറായി അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് തൽക്കാലം ഇപ്പോൾ പോകേണ്ട. ശ്രീ തങ്കച്ചൻ, നമുക്ക് ശ്രീമതി ജയയിലേക്ക് പോകാം. ശ്രീമതി ജയ, ഒന്നിച്ചു നിൽക്കേണ്ട ഒരു ഘട്ടത്തിൽ ഓരോത്തിനും ഒരു ഔചിത്യമുണ്ടല്ലോ. ഓരോ ഘട്ടത്തിലും പറയേണ്ട കാര്യങ്ങൾക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും, ഒരാളുടെ മരണം ഉണ്ടാകുമ്പോൾ അവിടെ വെച്ചല്ലോ ആ മരിച്ച ആൾ ചിലപ്പോൾ ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങൾ ചെയ്താണ്, പറയേണ്ട ഒരു ഘട്ടമുണ്ട്. പക്ഷേ ആ മരണം കഴിഞ്ഞ് പറയുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക എന്നുള്ളതല്ല സാമാന്യ മര്യാദ. അതുപോലെ തന്നെ ഒരു സാമാന്യ മര്യാദയാണ് ഒരു ഭീകരാക്രമണമൊക്കെ ഉണ്ടാകുമ്പോൾ രാജ്യം ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത്. പക്ഷെ അതുപോലും ഇല്ലാതെ നിൽക്കുന്ന ആളുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. നമ്മുടെ രാജ്യം ഇപ്പൊ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇപ്പം ഇന്നലെ സർവകക്ഷി യോഗം ഉണ്ടായിരുന്നു. അതില് പ്രതിപക്ഷം ഒന്നടങ്കം സെൻട്രൽ ഗവൺമെന്റിന് സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇനി ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും എല്ലാവരും ഒരു മനസ്സോടെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള പരിപാടി. അതിന്റെ ഇടയ്ക്ക് വിദ്വേഷ പ്രചാരകരുണ്ടോ, അവരുണ്ടോ, ഇവരുണ്ടോ എന്നൊന്നും നോക്കി നടക്കണ്ട. ഇവർക്ക് നമ്മളടുത്ത് അള്ളി കയറാൻ വന്നാൽ നല്ല അടിയും കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ സൈനദാസനാണ് കോഴിക്കോട് നിന്നും. രാജ്യം ഒരു ഭീകരാക്രമണത്തിൽ നടുങ്ങി നിൽക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന, ഒറ്റക്കെട്ടായി നിൽക്കാൻ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ഒരുമിച്ച് നിൽക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ വഴി ചിലർ ആ സമയത്ത് നമുക്ക് ഇതൊരു നല്ല സമയമാണ്, അതുകൊണ്ട് നമുക്ക് എതിർ മതക്കാർക്കെതിരെ 10 വിദ്വേഷം പടർത്തിയേക്കാം, ആ തരത്തിലേക്കുള്ള പ്രചരണവുമായി ഇറങ്ങുന്നത്. എന്ത് കാണും, എങ്ങനെ വേണം ഇവരെ കൈകാര്യം ചെയ്യാൻ? സർ നമസ്കാരം. നമസ്കാരം സർ, അഥവാ ഒരു യുദ്ധം പാകിസ്ഥാനുമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം തന്നെ അതിൽ ഇൻവോൾവ് ആവുന്ന സൈനികരായിരിക്കും. സൈനികർക്ക് ഒരു ജാതിയും മതവും ഇല്ല. കാരണം അതിൽ എല്ലാവരും ഉണ്ട്. ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, മുസ്ലിം ഉണ്ട്, സിഖ് ഉണ്ട്, പാർസി ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇന്ത്യൻ ആർമിയിലും എയർഫോഴ്സിലും നേവിയിലും. പക്ഷെ അവർക്കാർക്കും ഇല്ലാത്തൊരു ഈ പ്രശ്നങ്ങള് ചിലർക്കുണ്ട് എന്ന് പറയുകയാണെങ്കിൽ. കാരണം എന്താ പറയുക, അഥവാ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവർ ചിലർ ചൈനയെ സപ്പോർട്ട് ചെയ്യും, ചിലർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അതൊന്നും നമ്മൾ കണക്കിലെടുക്കരുത്. ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാനെ വേൾഡ് മാപ്പിൽ തന്നെ ഇല്ലാതാക്കുക വേണ്ടത്. അതിനെല്ലാവരും സപ്പോർട്ടായി നിൽക്കുക. ഇപ്പൊ ഞാനൊരു എക്സാണ്, ഞാൻ പോകാൻ റെഡിയാണ്. പിന്നെ ആരും തമ്മിൽ അടിക്കാൻ പാടില്ല.
ശരി, പാകിസ്ഥാന് ആ തരത്തിലേക്കുള്ള തിരിച്ചടി നൽകുകയാണ് വേണ്ടത്, അല്ലാതെ ഒരു രാജ്യത്തെ ഇല്ലാക്കും ജനങ്ങളും ഒക്കെ പെടുന്നതാണ്. നമ്മൾ ആ തിരിച്ചടിക്ക് തന്നെയാണ് ഇന്ത്യ ശക്തമായ സന്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നയതന്ത്ര തലത്തിലടക്കം അത്തരം തിരിച്ചടികൾ ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. ഇനിയും കൂടുതൽ എന്തായാലും സ്വാഭാവികമായും ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ വിജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ വിജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? സാർ ഗുഡ് ഈവനിങ്. സാർ ഗുഡ് ഈവനിങ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴും. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു 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 സാഹചര്യമാണ്. അപ്പോൾ അതിൽ വേറെ മറ്റ് രാഷ്ട്രീയമൊന്നും അതിൻ്റെ ആവശ്യമില്ല. പിന്നെ രണ്ടാമത് എൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ പറയുകയാണ്, ഈ സൗദി രാജ്യം പോലുള്ള രാജ്യങ്ങളിലെ ഒരു നിയമം, കാരണം വെച്ചാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ട് അവര് തീർച്ചയായിട്ടും അത് അവർക്ക് വേറൊരു ജീവിതം കൊടുക്കരുത്. അവിടെ ചെയ്യുന്ന അതേ രീതിയിലുള്ള ഒരു അംശം എങ്കിലും തീർച്ചയായിട്ടും ഇവിടെ നടപ്പിലാക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ശരി, ശ്രീ പ്രകാശാണ് കോട്ടയത്ത് നിന്നും. ശ്രീ പ്രകാശ്, കോട്ടയത്ത് നിന്ന് താങ്കളിലേക്ക് വരുമ്പോൾ നമുക്ക് വേഗത്തിൽ ചില കമൻറ്റുകളൊക്കെ വായിക്കേണ്ടതുണ്ട്. എല്ലാ കമൻറ്റുകളും വായിക്കാൻ നമ്മൾ ഈ വിദ്വേഷം പറയുന്നവരെ ഒറ്റപ്പെടുത്തണമെന്ന് ചോദിക്കുമ്പോൾ അത്തരം കമൻറ്റുകൾ ഇടുന്ന ചില ആളുകൾ കൂടിയുണ്ട് ഈ സമയത്ത് എന്ന് പറയേണ്ടി വരും. ജോസഫ് കെ പറയും, നിങ്ങൾ കുത്തിത്തിരിപ്പുകാരുടെ പേര് പറയുമെന്ന്. അവരുടെ ഒന്നും പേര് പറയാൻ തക്ക യോഗ്യതയോ അല്ലെങ്കിൽ ഉള്ളവരല്ല അവരാരും. ഈ സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ ആളുകൾ ഇങ്ങനെ പ്രചരണം നടത്തുന്നത്, ചിലരുടെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും അല്ലെങ്കിൽ സംഘടനകളുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ചിലരുമൊക്കെ അതിലുണ്ട്. അതിലങ്ങനെ ഏതെങ്കിലും ഒരു മതക്കാർ മാത്രമാണെന്ന് പറയാൻ കഴിയില്ല. പല മതത്തിൽപ്പെട്ടവരുണ്ട്. അവരവരുടെ കിട്ടിയ അവസരം നോക്കി ഈ പുരോഗത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ള അവരുടെ വർഗീയത പലർത്താൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അവരെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതില്ല. അതോടൊപ്പം തന്നെ മറ്റൊരാൾ പറയുന്നു, ഒമർ അബ്ദുള്ളയെ പറ്റി ഇന്ത്യ മുന്നണി ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നു. ഒമർ അബ്ദുള്ള അവിടെ അതിശക്തമായ രീതിയിൽ നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കശ്മീരിൻ്റെ മുഖ്യമന്ത്രിയാണ്, ശക്തമായി തന്നെ മുന്നേറുകയാണ്. അവിടെ അവർക്ക് പൂർണ്ണ പിന്തുണ, കശ്മീരിലെ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിലും പൂർണ്ണ പിന്തുണയാണ് എല്ലാ പാർട്ടികളും നൽകിയത്. അവിടെ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിലും പൂർണ്ണ പിന്തുണയാണ് നൽകിയത്. അവിടെ എവിടെയും രാഷ്ട്രീയ പാർട്ടികളെ മറ്റു പല കാര്യത്തിലും കുറ്റം പറയുമ്പോഴും ഇത്തരം കാര്യത്തിലൊക്കെ വളരെ പക്വതയുള്ള നിലപാടുകൾ തന്നെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എടുക്കുന്നത് എന്നുള്ളത് കൂടി പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ പഹൽഗാം ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ 26 വിനോദസഞ്ചാരികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ പിറ്റേന്ന് കശ്മീർ, അത് അത്തരം കാര്യങ്ങൾ പറയേണ്ടതില്ല. ശ്രീ ജോജിയാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ പറയേണ്ട വിഷയങ്ങളല്ല അത്, നേരത്തെ ഒരാൾ പറഞ്ഞുവെങ്കിൽ പോലും. എന്തായാലും അത്തരം ചില ചർച്ചകൾ കൂടി നമ്മുടെ യൂട്യൂബിൻ്റെ ഇവിടെ നടക്കുന്നുണ്ട്. മതേതരത്വം സംരക്ഷിക്കപ്പെടണം, അതുപോലെ തന്നെ വേഷം മാറിയെത്തുന്ന മത തീവ്രവാദം അപകടമാണെന്ന് തിരിച്ചറിയുകയും വേണം. മനുഷ്യരെന്ന രീതിയിൽ പരസ്പരം കാണുന്ന ഒരു മനോനില എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് ശിവപ്രകാശ് പറയുന്നു. വളരെ അർത്ഥവത്തായ വാക്കുകളാണ്. മതേതരത്വം സംരക്ഷിക്കപ്പെടുകയും മത തീവ്രവാദികളെ തള്ളിക്കളയുകയും, അതിന് ഏത് മതത്തിൻ്റെ ആയാലും തീവ്രവാദികളെ തള്ളിക്കളയുകയും ചെയ്തൊരു മനോനിലയാണ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവേണ്ടത് എന്ന് വളരെ കൃത്യമായി ശിവപ്രസാദ് പറയുന്നു. ജൂണാണ് ഓപ്പൺ ആവുന്നത്, സേന പോലും അറിഞ്ഞില്ല, അവിടെ വിനോദസഞ്ചാരി വന്നത് അവിടെ ഭരണം നടത്തുന്നവരുടെ എന്നൊക്കെ പറയുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും കഴിയുന്നല്ല. എന്തായാലും നമുക്ക് മറ്റേ ഒരു പ്രകാശിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ പ്രകാശ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ശരിക്കും നമ്മൾ രാജ്യം ഒറ്റക്കെട്ടായി നേരിടേണ്ട ഒരു സംഭവമാണിത്. അപ്പൊ അതിലേക്ക് പല രാഷ്ട്രീയ പാർട്ടികളുടെയും പല പ്രചരണങ്ങളും ശരിയല്ല. നമ്മൾ ഒറ്റക്കെട്ട് നേരിടണം. തീവ്രവാദം അത് ഏതാണെങ്കിലും നമ്മൾ എതിർക്കേണ്ടതാണ്. ഇപ്പൊ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രതിസന്ധിയാണിത്. നമുക്കറിയാം, നമ്മളിപ്പം വിഷയങ്ങൾ വന്നപ്പോൾ ഹമാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു റീത്തിങ്ക് ചെയ്യേണ്ട ഒരു സമയമാണിത്. കാരണം പാവപ്പെട്ട പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല, നമ്മുടെ സാധാരണക്കാരുടെ ജനങ്ങളെയാണ് ആക്രമിക്കപ്പെട്ടത്. അതിന് സുരക്ഷിതത്വം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിക്കേണ്ടതാണ്. അത് നമ്മൾ ഒറ്റക്കെട്ടായി നേരിടണമെന്നാണ് എന്റെ അഭിപ്രായം. അത് തന്നെയാണ്, സാധാരണക്കാരായ മനുഷ്യരുടെ സുരക്ഷ ഉറപ്പാക്കി ഒറ്റക്കെട്ടായി തന്നെയാണ് രാജ്യം നേരിടേണ്ടത്. ശ്രീ അജയ്കുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയ്കുമാർ, താങ്കൾക്ക് പറയാം. ശ്രീ കിരൺ, ഈ സംഭവം ഉണ്ടായ ദിവസം മറ്റൊരു കാര്യം പറയട്ടെ. അന്ന് ഡെസ്കിൽ ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹം നടത്തിയ റിപ്പോർട്ടിങ് വളരെയധികം ശ്ലാഘനീയമാണ്. എനിക്ക് വളരെയധികം താങ്കളെ ഇനിയും കിട്ടുന്ന സമയത്ത് അതൊന്ന് പറഞ്ഞ് അഭിനന്ദിക്കണമെന്നുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ അറിയിക്കുന്നു. നന്ദി എന്തായാലും താങ്കളുടെ നല്ല വാക്കുകൾക്ക്. ഇനി വിഷയത്തിലേക്ക് വരാം. കാരണം ഇത് ജാതിയോ മതമോ ഒക്കെ തിരിച്ച് ഇതിനെ നമ്മൾ കാണുന്നത് വളരെ വളരെ വിഷമം ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്.
പക്ഷെ ഇവിടെ വിഷയം തുടങ്ങി വെച്ചത് ഇവിടുന്നാണ്. റോബർട്ട് വദ്രയുടെ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം അത് പറയാതെ പോയതാണ്, അറിഞ്ഞിട്ടും പറയാതെ പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. റോബർട്ട് അല്ല, അത് ഞാൻ പറയാതിരുന്ന ശ്രീ അജയ്കുമാർ, റോബർട്ട് വാദ്ര മാത്രമല്ല, പലരുടെ ഭാഗത്തു നിന്നും അത്തരം പ്രധാനപ്പെട്ട ഒരു എംപിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഒരു എംപിയുടെ ഭാഗത്തു നിന്ന്, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ ഭാഗത്തു നിന്ന്, കേരളത്തിലെ ഒരു നേതാവ്, അങ്ങനെ പലരുടെ ഭാഗത്ത്, അങ്ങനെ അത്തരക്കാരുടെ പേരുകൾ തൽക്കാലം പറയേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഓക്കെ, ഞാനങ്ങ് സാന്ദർഭികമായിട്ട് പറഞ്ഞില്ല. അങ്ങനെ ഈ തുടക്കത്തിൽ തുടങ്ങി വെച്ചത് അവിടെയാണ്. അവിടെ നിന്നാണ് ചില പൊട്ടലും ചീറ്റലുകളും ഒക്കെ ഉണ്ടായത്. ഏതായാലും ഒരു വലിയ തോതിൽ വന്നിട്ടില്ല. കാരണം പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒരേ രീതിയിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ട സപ്പോർട്ടുകളെല്ലാം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്ന സ്ഥിതിക്ക് നമ്മൾ ഇനി അത്തരം കാര്യങ്ങളെ പറ്റി കൂടുതൽ വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇതുവരെ നടന്നത്, ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നതും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ശ്രീ സുരേഷ് ബാബു ആണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ സുരേഷ് ബാബു, ഈ സമയത്ത് ഈ വർഗീയ വിഷം കലർത്തുന്നവരെ എന്താണ് പറയേണ്ടത്? സാറേ, എനിക്ക് പറയാനുള്ളത്, സാറ് എനിക്ക് ഒരു 2 മിനിറ്റ് തരുമോ? ചുരുക്കി പറയണം, 2 മിനിറ്റ് എടുക്കരുത്, ഒരു മിനിറ്റ് എടുത്തോ. ഒരു മിനിറ്റ് തരുമല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ ഇന്ത്യയില് കാശ്മീരിൽ ഇങ്ങനൊരു സംഭവം നടന്നു. അതൊരു ഭയങ്കരമായിട്ട് വേദന ഉള്ളിലുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അത് ഇങ്ങനെ ഫോട്ടോ കാണിക്കുന്ന 3-4 പിള്ളേരാണ് ജീവിതത്തിൽ. എനിക്ക് 62 വയസ്സുള്ള മനുഷ്യനാണ് ഞാൻ. പക്ഷേ എങ്കിലും ഇവരെന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ, അതോ രാജ്യം തുലയ്ക്കാൻ വേണ്ടിയാണോ? പക്ഷെ എങ്കിലും ഇവരൊക്കെ ഈ ചെയ്യുന്ന ഓരോ നമ്മള് വർഗീയതയൊന്നും അതിനകത്ത് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. വർഗീയത എല്ലാ സംസ്ഥാനങ്ങളിലും അവിടെ ഇവിടേക്കും ഉണ്ട്. പക്ഷേ ഇത് ചില സംസ്ഥാനങ്ങളും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. താങ്കൾക്ക് സമയം കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മറ്റ് പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് യൂട്യൂബിലെ ചില പ്രതികരണങ്ങൾ കൂടി വായിക്കേണ്ടതുണ്ട്. യൂട്യൂബിൽ പ്രതികരിക്കുന്നവരോട് ദയവേതൊരു അഭ്യർത്ഥനയുള്ളത്, ഈ വിദ്വേഷ പ്രചരണത്തിനെതിരായി നമ്മളൊരു 1 മണിക്കൂർ നീക്കിവെച്ച് നമ്മൾ അതിനെ ജനങ്ങളുടെ അഭിപ്രായം പറയാൻ വേണ്ടിയാണ് ഈ പൊതുവേദി സംഘടിപ്പിക്കുന്നത്. ആ സമയത്ത് അതിൻ്റെ കമൻറ്റിൽ വന്ന് തന്നെ വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകൾ ഉണ്ട്. വിദ്വേഷ പ്രസംഗിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയല്ല, ഏത് രീതിയിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് രഘുനന്ദനൻ തിരുവില്ലാമരം പറയുന്നു. ഇന്ത്യയിൽ നിന്നിട്ട് ഇന്ത്യയെ കുറ്റം പറയുന്ന കുറേ പാകിസ്ഥാനി എന്ന് മിക്സഡ് വീഡിയോസ് പറയുന്നു. ഇന്ത്യയിൽ നിന്നിട്ട് ഇന്ത്യയെ കുറ്റം പറയുന്ന അത് എങ്ങനെയാണ് പാകിസ്ഥാനി എങ്ങനെയാവുന്നത്? ഇന്ത്യയിൽ നിന്നിട്ട് ഇന്ത്യയെ കുറ്റം പറയുന്നത് അത് മനസ്സിലായില്ല എനിക്ക് എങ്ങനെയാണെന്ന്. വീട് കത്തിയ വാർത്ത അവന്മാർ അറിഞ്ഞു കാണുമെന്ന് കരുതുന്നുവെന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. സേവ് ഗാസ, സേവ് റാഫ എന്ന് സ്റ്റാറ്റസ് സ്റ്റോറി ഇട്ട പല മനുഷ്യസ്നേഹികളും പൽഗാമിനെ കുറിച്ച് കുറിക്കാൻ സൗകര്യപൂർവ്വം മറന്നുപോയോ എന്ന് ധ്യാൻ ചോദിക്കുന്നു. ജൂണിൽ മാത്രം തുറക്കാറുള്ള ബൈസരൻ താഴ്വര ഒമർ അബ്ദുള്ള ഏപ്രിൽ 20 തുറക്കാൻ കാരണം എന്താണെന്ന് സുൽകുമാർ ചോദിക്കുന്നത്. ശ്രീ സുൽകുമാർ, ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് താങ്കൾക്ക് ഇത് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുന്നതാണോ അതോ താങ്കൾ ബോധപൂർവ്വം ചോദിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. കാശ്മീർ കഴിഞ്ഞ കുറേ കാലമായി കാശ്മീരിലേക്ക് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം തുറന്നിരിക്കുകയാണ്. അവിടെയെല്ലാം ആളുകൾ തുടർച്ചയായി വരുന്നുണ്ട്. അത് എല്ലാ കാലാവസ്ഥയിലും വരുന്നുണ്ട്. ചില സീസണിൽ കൂടുതൽ ആളുകൾ വരും, ചില സീസണിൽ കുറച്ച് അതിശൈത്യത്തിൻ്റെ കാലത്ത് പോലും ഇപ്പോൾ ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. അവിടെ ഈ അതിശൈത്യത്തിൻ്റെ -ഡിഗ്രിയിലൊക്കെ പോകുന്ന സമയത്ത് പോലും അത് ആസ്വദിക്കാൻ എത്തുന്ന മഞ്ഞ് ആ തരത്തിലേക്കുള്ള ടൂറിസ്റ്റുകൾ പോലും അവിടെയൊക്കെ വരുന്നുണ്ട്. സമാധാനപരമായി നിൽക്കുകയും ആ ടൂറിസത്തിൻ്റെ വരുമാനമൊക്കെ കൊണ്ട് കാശ്മീരിലെ ജനങ്ങളൊക്കെ പറയുന്നത് എല്ലാവരും അങ്ങനെ അവിടെ വ്യവസായമോ അങ്ങനെയുള്ള മെച്ചപ്പെട്ട സൗകര്യങ്ങളൊന്നുമില്ല, കൃഷി കൊണ്ടോ കാലികളെ മേയിച്ചോ അല്ലെങ്കിൽ ഈ ടൂറിസം കൊണ്ടൊക്കെ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് മഹാഭൂരിപക്ഷം പേരും. അവരുടെ ഒരു ജീവിതമാർഗ്ഗം വന്നതാണ്. അതിലൊക്കെ സംശയിക്കരുത്. എന്തുകൊണ്ട് അവിടെ തുറന്നു വെച്ചെന്ന് വെച്ചാൽ എത്രയോ കാലമായി അവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും തുറന്നു തന്നെ. കേരളത്തിൽ നിന്ന് തന്നെ എത്രയോ ആളുകൾ പോയിക്കൊണ്ടിരിക്കും. നിരന്തരമായി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം പോയ ആളുകളൊക്കെ ചിത്രങ്ങൾ ഇടുന്നതും വീഡിയോ ഇടുന്നതും ഒക്കെ താങ്കൾ കാണുന്നില്ല. അന്യമതസ്ഥരെ വിവാഹം കഴിച്ചാൽ ഉടനെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്ന ഇസ്ലാമിക സമൂഹം പ്രതികൾ മുസ്ലിങ്ങളല്ലെന്ന് പറയാനും അവരെയും ബന്ധപ്പെട്ട പള്ളികളിൽ നിന്ന് പുറത്താക്കാനും തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നു ശ്രീ ഹരി പി വി. ശ്രീ ഹരി പി വി, അങ്ങനെയൊന്നും ഇത്തരം ആളുകളെ ഒന്നും ഔദ്യോഗികമായി ഒരു മതവും, മുസ്ലിം മതം മാത്രമല്ല ഒരു മതവും അങ്ങനെ ഔദ്യോഗികമായി ഒരാളെയും പിന്തുണയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ മതനേതാക്കളാരും ആ തരത്തിലേക്ക് ചെയ്തിട്ടില്ല. അതിനിടയിൽ കേരളത്തിൽ പറയേണ്ടി വരും AK ശരൺ ഉദ്ഘാടനം ചെയ്തത് അതാണെന്ന് അതിൻ്റെ ഇടയിൽ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നു. മറ്റ് കമൻറ്റുകളൊക്കെ തൽക്കാലം ഇതിൽ വായിക്കേണ്ട കമൻറ്റുകളല്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് മറ്റ് പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്ന്. ശ്രീ ജോസഫ്, ഈ ഇങ്ങനെ ഒരു സമയത്ത് ഒന്നിച്ചു നിൽക്കണം എന്നുള്ളത് ഒരു സാമാന്യ ബോധമാണ്, ഏത് മനുഷ്യനും അറിയാവുന്ന ഒരു ബോധമാണ്. ആ സമയത്ത് വിഷം കലർത്താൻ വരുന്നവർ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഹലോ, പറഞ്ഞോളൂ. കൂടി വരി.
എനിക്ക് പറയാനുള്ളത് ഇത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. കുത്തിത്തിരിപ്പുകാർ എന്നും കുത്തിത്തിരിപ്പുകാർ തന്നെയാണ്. അത് അവർ ചെയ്തുകൊണ്ടിരിക്കട്ടെ. അത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റൂ. നമ്മുടെ രാജ്യത്ത് ശക്തമായ നിയമങ്ങൾ അതിനെതിരായിട്ടുണ്ട്. അത് എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പ്രയോഗിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളതൊന്ന്, ഈ ഇന്നലെ മുതൽ വൈകാരികമായിട്ട് എല്ലാവരും പാകിസ്ഥാനെതിരെ ഉടൻ വാർ തുടങ്ങണം, അവരെ പഠിപ്പിക്കും എന്ന് പറഞ്ഞു തുടങ്ങുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ഈ സൈനിക ശക്തി എന്ന് വിശേഷിപ്പിക്കുന്ന റഷ്യയും അമേരിക്കയും അഫ്ഗാനിസ്ഥാനിൽ തോറ്റോടിയത് നമ്മൾ കണ്ടതാണ്. വർഷങ്ങളോളം യുദ്ധം ചെയ്തിട്ട് അമേരിക്ക വിയറ്റ്നാമിൽ നിന്ന് തോറ്റോടിയത് നമ്മൾ കണ്ടതാണ്. അപ്പൊ യുദ്ധം കൊണ്ട് ഒന്നും നമ്മൾ നേടുന്നില്ല. 10,000-കണക്കിന് അല്ലെ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പം ഈ ഉക്രൈനിൽ, റഷ്യ ഏറ്റവും വലിയ പവർഫുൾ രാജ്യമാണ്. ഉക്രൈനായ ചെറിയ രാജ്യത്തോട് അവർ തോറ്റുകൊണ്ടിരിക്കുകയാണ്, അല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാകിസ്ഥാനെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ യുദ്ധം കൊതിക്കുന്ന ഒരുപാട് ആൾക്കാർ പിന്നീട് ഈ സംഭവത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ സഹോദരങ്ങള് മരിക്കാൻ പോവുകയാണ്. അതിവർ മനസ്സിലാക്കുന്നില്ല. ഇവരുടെ വൈകാരിക പ്രകടനത്തിലൂടെ നമുക്ക് സംഭവിക്കുന്നത്, ഇപ്പൊ ഒരാൾ മരിച്ചപ്പോൾ നമ്മുടെ വേദന ഉണ്ടോ? എത്ര ആയിരക്കണക്കിന് ആൾക്കാരാണ്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ജോസഫ്. യുദ്ധം എന്നൊക്കെ ആളുകൾ ഈ വൈകാരികമായി പറയുന്നതാണ്. ഒരു യുദ്ധത്തിലേക്ക് ഇന്ത്യ പോലെ ഒരു വികസിത രാജ്യത്തിന് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയും ഒക്കെ കളഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പെട്ടെന്ന് പോകുക എന്നുള്ളതല്ല, അത് പ്രയാസമുള്ള. ഇന്ത്യ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ല. യുദ്ധം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇവിടുന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഏത് രാജ്യമായാലും യുദ്ധം തുടങ്ങിയാൽ ഇരുഭാഗത്തും നഷ്ടങ്ങൾ ഉണ്ടാവും. ഒരാളെ തോൽപ്പിക്കാനും കഴിഞ്ഞേക്കും. പക്ഷേ ആത്യന്തികമായി ഈ യുദ്ധം ചെയ്യുന്ന ഏത് രാജ്യം ആര് ജയിച്ചാലും അവർക്കും വലിയ നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. സാമ്പത്തികമായി രാജ്യത്തിൻ്റെ എത്രയോ പതിറ്റാണ്ട് ചിലപ്പോൾ പിന്നിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളതാണ്. അത്തരം ഒരു തീരുമാനത്തിലേക്കൊന്നും പോകുന്നവരല്ല നമ്മുടെ രാജ്യം. സ്വാഭാവികമായും അത്തരം കാര്യത്തിലേക്കൊന്നും. അതോടൊപ്പം കിരൺ, എനിക്ക് പറയാനുള്ളത്, ഇപ്പം രാജ്യം എടുത്തിരിക്കുന്ന നടപടികൾ വളരെ ശരിയായ നടപടികളാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ട ഒരു ഘട്ടം, ആ ഒരു ഘട്ടത്തിൽ സ്വന്തം മത താല്പര്യം എന്നല്ല, സ്വന്തം വർഗീയ താല്പര്യം വെച്ച് ഇതര മതക്കാരെ കുഴപ്പക്കാരാക്കാൻ വേണ്ടിയുള്ള ശ്രമം, അത് ഏതെങ്കിലും ഒരു മതം മാത്രമല്ല, എല്ലാ മതത്തിലെയും ആളുകളൊക്കെ ആ സമയത്ത് ഇങ്ങനെ ചില ആളുകൾ ഈ വിഷം ചീറ്റുന്നുണ്ട്. ഇവരെ എന്താണ് പറയേണ്ടത്? നമ്മൾ സംസാരിക്കുമ്പോ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ പറഞ്ഞു തുടങ്ങും, പിന്നെ ഞാൻ പറയുന്നത് ആദ്യം കേൾക്കൂല. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കും. അപ്പൊ നിങ്ങൾ കട്ട് ചെയ്യും. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംഭാഷണങ്ങളെല്ലാം അത് അങ്ങനെ സംഭവിക്കരുത്. കാരണം സമയത്തിന്റെ ഒരു പരിമിതി കൂടി ഉണ്ട്, അതുകൊണ്ടാണ്. പറഞ്ഞു. ഇൻട്രോയിൽ പറഞ്ഞത് വർഗീയത പ്രചരിപ്പിക്കുന്നു, അങ്ങനെ സംസാരിക്കുന്നു, പിന്നെ ഒന്നിച്ചു നിൽക്കുന്നില്ല എന്നുള്ള പോയിന്റുകളാണല്ലോ പറഞ്ഞത്. ഇതിനകത്ത് ഈ ഒന്നിച്ചു നിൽക്കാന്നുള്ള സംഭവം അവിടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ ഡൽഹിയിൽ ചേർന്ന് രാജ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഈ കുറ്റം പറയാൻ പാടില്ലെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ കണ്ടാൽ ആൾക്കാർ പറഞ്ഞു പോകും. അത് ഞാനിപ്പോ പറയുന്നില്ല, കാരണം നമ്മുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ പറയാൻ പാടില്ല എന്ന്. പക്ഷേ കുറ്റങ്ങൾ ധാരാളമുണ്ട്. ഈ കാര്യങ്ങൾ അങ്ങനെയല്ല ശ്രീകൃഷ്ണൻകുട്ടി പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് ഈ സമയത്ത് ഒന്നിച്ചു നിൽക്കുന്നവരുടെ ഉള്ളിലേക്ക് വർഗീയത കലർത്തുന്ന രീതിയിലേക്കുള്ള, ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായി ഏത് ഭീകരാക്രമണം ഉണ്ടായാലും യുദ്ധം ഉണ്ടായാലും അതിന് കുറെ കുഴപ്പങ്ങളൊക്കെ കാണും. ഇന്റലിജൻസ് വീഴ്ചയും കാര്യങ്ങളും ഒക്കെ അതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല ഇത് എന്നുള്ളതാണ്. അതൊക്കെ ചർച്ച ചെയ്യേണ്ടതിന് അതൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യും. വിചാരണ ചെയ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോവാം. ഇടയ്ക്ക് കട്ടിയല്ലേ പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ഈ വർഗീയത പ്രചരിപ്പിക്കുന്ന ആൾക്കാര് അവർക്ക് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയുള്ളവരാണ്, അല്ലെ അതിനോട് അനുകൂലിക്കുന്നവരാണ് ഇത് ചെയ്യുന്നത് ആണല്ലോ. അത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അതേ സമയത്ത് അങ്ങനെ ചെയ്യുമ്പോ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വം ഒരു പ്രഖ്യാപനം നടത്തുകയോ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയോ എന്തെങ്കിലും നടപടിയെടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ഈ പറഞ്ഞ ആർക്ക് വേണ്ടിയാണോ ഈ വർഗീയത പറയുന്നത് അതിന്റെ നേതാക്കന്മാരും മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ പാടുണ്ടോ? ആരായാലും അത് പാടില്ല, അത് തിരുത്തേണ്ടത് തന്നെയാണ്. അത് തിരുത്തുന്നില്ല എന്നുള്ള വിഷയം. പിന്നെ ആൾക്കാർ എങ്ങനെയാ അത് പറഞ്ഞു പോകുക? ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി എവിടെയാണ്? ബീഹാറിലാണ്, രാഷ്ട്രീയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ ആണല്ലോ അവിടെ. അതിനെ ആരും കുറ്റം പറയുന്നില്ല, ഉണ്ടോ? പക്ഷെ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ അവിടെ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടായെന്ന് പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ചടങ്ങുകൾ പങ്കെടുക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ സ്വാഭാവികമായി തന്നെ നടക്കണം. അതൊക്കെ അതൊന്നും നിർത്തിവെച്ചല്ല ചെയ്യേണ്ടത്. അതൊക്കെ നടന്നുകൊണ്ട് തന്നെയാണ് പ്രസംഗിക്കുമ്പോ ഈ വിഷയവും അവിടെ പ്രസംഗത്തിലെ ഒരു വിഷയമായി മാറുമല്ലോ. ആ സമയം അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് മറ്റുള്ളവരും എന്തെങ്കിലും പറഞ്ഞു പോകും. അതുകൊണ്ട് ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയോട് പ്രസംഗിക്കുമ്പോൾ ഈ വിഷയം അവിടെ സംസാരിക്കാതിരിക്കണം.
അത് ശ്രീകൃഷ്ണൻകുട്ടി, അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പറയുന്ന വിഷയങ്ങളിലല്ല നമ്മൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പക്വതയോടുകൂടിയുള്ള നിലപാടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിച്ചിട്ടുള്ളത്. ഈ അദ്ദേഹം ഈ വിഷയം അവിടെ പറയുമ്പോൾ അതിന് മറുപടിയായിട്ട് വേറെ ആരെങ്കിലും അല്ല അതല്ല നമ്മൾ അതൊക്കെ പ്രതികരിക്കും, സ്വാഭാവികമാണ്. ശരി, താങ്കളുടെ അഭിപ്രായം നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. അതിന് തൊട്ട് മുമ്പ് വളരെ വേഗത്തിൽ 1-2 കമന്റുകൾ കൂടി. ഇവിടെയൊക്കെ തമ്മിൽ തല്ലാണെങ്കിലും പ്രശ്നം വന്നാൽ കേരളമായാലും രാജ്യമായാലും ഒറ്റക്കെട്ടാണെന്ന് മനസ്സിലായി. മുഹമ്മദ് യാസിറാണ് പറയുന്നത്. വെറുതെ എന്തിനാണ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതെന്ന് റിയ ചോദിക്കുന്നു. അണുബോംബിനേക്കാൾ വലിയ വിഷയമാണ് വർഗീയത, അത് വെച്ച് പുലർത്തരുതെന്ന് ബെല്ല ആൻഡ് ഫാമിലി. വളരെ ശരിയാണ്, അണുബോംബിനേക്കാളൊക്കെ വലിയ വിഷം തന്നെയാണ് വർഗീയത. അത് ഏത് വർഗീയതയായാലും, ഉള്ളിൽ ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഏത് വർഗീയതയായാലും ഉള്ളിൽ വെച്ച് പുലർത്തുന്നവർ വിഷം കൊണ്ടു നടക്കുന്ന വിഷജീവികൾ തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അവർക്കതൊരു അഭിമാനമായിരിക്കും, പക്ഷേ മറ്റുള്ളവർക്ക് അതിനെ ഒരു അഭിമാനമായി കരുതാൻ കഴിയില്ല. പാകിസ്ഥാൻ വിചാരിക്കുന്നതിന് മുമ്പ് അവിടെ പൊട്ടിയിരിക്കുമെന്ന് മിക്സഡ് വീഡിയോസ് പറയുന്നു. ഗുജറാത്ത് അതോടൊപ്പം തന്നെ കുറച്ച് വിഷം ചീറ്റട്ടെ, കുറച്ച് ഭിന്നിച്ച് നിന്നാലും ഒരു കുഴപ്പമില്ലെന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. ഗ്ലാഡിയേറ്ററിനൊക്കെ അങ്ങനെ പറയാം, സ്വന്തം പേര് പോലും പറയാൻ ഭയന്ന് നിൽക്കുന്ന ഗ്ലാഡിയേറ്ററിന് എന്ത് വിവരക്കേടും വിളിച്ചു പറയുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ, അതിൽ കാര്യമില്ല. റോക്കറ്റ് പോകുമ്പോഴും ബോംബുകൾ വീഴുന്നതും സ്റ്റാറ്റസ് സ്റ്റോറി ഇടാൻ നല്ല സുഖമാണ്, പക്ഷേ അനുഭവിക്കുന്നത് നമ്മൾ കൂടെയാണ്. സമ്പദ് വ്യവസ്ഥ വല്ല ഇല്ലാതാവും, തിരിച്ചുവരവിനായി ഒരുപാട് സമയം ആവശ്യമായി വരും. ബെല്ല ആൻഡ് ഫാമിലിയാണ് അത് പറയുന്നത്. വളരെ ശരിയാണ്. യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരന് നേരെ അവരടിച്ചു നമുക്ക് തിരിച്ചടിക്ക് ഒരു യുദ്ധത്തിലേക്ക് പോകണം, തകർക്കണം എന്നൊക്കെ പറയാം. പക്ഷേ ഒരു രാജ്യത്തിനെ ഭരിക്കുന്ന ഭരണകൂടത്തിന് അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ ഭാവി, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, ഒരുപാട് പട്ടാളക്കാരുടെ ജീവൻ, രാജ്യത്തിൻ്റെ പുരോഗതി, ഇതെല്ലാം തിരിച്ചടിക്കുന്നതാണ്. ഏത് രാജ്യവുമായി യുദ്ധമുണ്ടായാലും അതൊക്കെ ഒഴിവാക്കി പോകാനാവും എപ്പോഴും ഭരണകൂടം, ഏത് ഭരണകൂടമായാലും ശ്രദ്ധിക്കുക. സംസ്ഥാനങ്ങളിൽ നിന്നും പാക് പൗരന്മാർ തിരിച്ചു പോകണമെന്ന് കേന്ദ്രം അറിയിച്ചു. എന്താണ് കേരളത്തിൻ്റെ നിലപാടെന്ന് പറയാമോ? അങ്ങനെ കേരളത്തിനുമായി പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിനായി പ്രത്യേകിച്ച് നിലപാട് വല്ലതും ഉണ്ടോ ശ്രീ വിഷ്ണു ടി.ആർ? എല്ലാ രാജ്യം ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം എല്ലാ സംസ്ഥാനങ്ങളും ആ തീരുമാനം അംഗീകരിച്ചല്ലേ പോകുന്നത്? ആരെങ്കിലും എതിർ നിലപാട് പറഞ്ഞു? അങ്ങനെ ഇപ്പോൾ കേരളത്തിൻ്റെ നിലപാട് ശ്രീ വിഷ്ണു ടി.ആർ ചോദിക്കുന്നതിന് പിന്നിൽ എന്താ ഒരു നിഷ്കളങ്കമാണ് ആ ചോദ്യം എന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്കളും ഇതേ കുത്തിത്തിരിപ്പിൻ്റെ ഒരു ചെറിയ ഭാഗം എടുക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ മുഹമ്മദ് ഹുസൈൻ മോശപ്പെട്ട രീതിയിലാണ് അയാളുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ജമ്മു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്താണ് ഏതോ ഒരു വാക്ക് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുകയാണ്, കേരളത്തിലാണ്. അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ വർഗീയതയിൽ മറ്റ് ചില കാര്യങ്ങൾ, മറ്റ് ചില വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. എന്തായാലും ഇത്രയും താമസം പോലും ഇല്ലാതെ തിരിച്ചടി കുറച്ചുകൂടി ശക്തമാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് ഹാഷ് ഇറ്റ് ഔട്ട് പറയുന്നു. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ സുജാതയാണ് കോഴിക്കോട് നിന്ന്. ശ്രീ സുജാത, ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് മനുഷ്യരെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു വലിയ സങ്കടത്തിൽ നിൽക്കുകയാണ്. എന്തിന് കേരളത്തിൽ ഒരു സ്വന്തം അച്ഛൻ മുന്നിൽ വെച്ച് വെടിയേറ്റ് പിടഞ്ഞ് മരിക്കേണ്ടി വരുന്നത് കാണുക, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും, അല്ലെങ്കിൽ ആ സമയത്ത് അച്ഛൻ്റെ മൃതശരീരത്തിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ പോലും കഴിയാതെ സ്വന്തം മക്കളെ എടുത്തുകൊണ്ട് ഓടിപ്പോകേണ്ടി വന്ന ഒരു യുവതി അവർ മാധ്യമങ്ങളോട് വിഷയം സംസാരിക്കുമ്പോൾ അവർ കരഞ്ഞില്ല, അല്ലെങ്കിൽ അവരെക്കുറിച്ച് പോലും മോശം പറയുന്ന ഇത്തരം വിഷജീവികളെ എങ്ങനെയാണ് താങ്കൾ അവരോട് പ്രതികരിക്കുന്നത്? ശ്രീ സന്തോഷാണ് സുജാതയുടെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സപ്പെടുന്നത്. സന്തോഷ് പറയാം. നമസ്തേ, പറഞ്ഞു. ഈ സമയത്ത് വർഗീയത പടർത്തുന്നത് ഒട്ടും ശരിയല്ല. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, അതാണ് നമ്മുടെ മുദ്രാവാക്യം. തീവ്രവാദികളെ എല്ലാം ഇല്ലാതാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ സത്യനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സത്യൻ, താങ്കൾ ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കുന്നത്? ഈ വിഷയത്തിൽ ഞാൻ പറയാനുള്ള, തീവ്രവാദികളും മൂലം ചെയ്യണം, അതിലൊരു തർക്കമില്ല. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മളിപ്പോ ഒരു പ്രധാനമന്ത്രി ആയാലും ആരായാലും അപ്പൊ അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ, ഈ നയതന്ത്ര ബന്ധം മറ്റുള്ള രാഷ്ട്രങ്ങളും മറ്റുള്ള എല്ലാവരും ഇതൊക്കെ നോക്കി തിരിച്ചടിക്കണം തന്നെയാണ് ഇപ്പൊ ഈ ഭൂരിഭാഗം പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജനങ്ങൾ ഇതും മറ്റുള്ള എല്ലാ നമ്മുടെ ജവാന്മാരെ ഇതെല്ലാം കൂടി നോക്കണ്ടേ? ശരി, ശ്രീ സയ്യിദ് UK പറയുന്നു, നിഷ്കളങ്കമായ ശക്തമായ തിരിച്ചടി രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് പറയുന്നു. പള്ളിയിൽ മുഹമ്മദ് കാസിം പറയുന്നു, ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. രാജ്യം മുഴുവൻ ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടാണ്. നാം ഒന്നിച്ചു നിൽക്കണം, വിദ്വേഷത്തിനും ഭീകരതയ്ക്കുമെതിരെ ശക്തമായി നിലകൊള്ളണം എന്ന് പറയുന്നു.
ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ലീപ്പർ സെൽ എന്നായിരുന്നു നേരത്തെ സജിമോൻ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു ഉള്ളത് കേരളത്തിലാണെന്ന് പറയുന്നത്. സജിമോൻ ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഇന്റലിജൻസ് ബ്യൂറോയിൽ വല്ലതും ആണോ വർക്ക് ചെയ്യുന്നത്? എന്തായാലും ഇന്ത്യയിലെ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾക്ക് അങ്ങനെ ഒരു റിപ്പോർട്ടൊന്നുമില്ല. കേരളത്തോട് താങ്കൾക്ക് എന്തെങ്കിലും വിരോധമുണ്ട് എങ്കിൽ താങ്കൾക്ക് ഇങ്ങനെയൊക്കെ വ്യാജ വാർത്തകളും ഒക്കെ പ്രചരിപ്പിക്കാം. അല്ലാതെ അത് പരസ്യമായിട്ട് എഴുതുമ്പോഴെങ്കിലും ഒരു ലേശം എവിടെയൊക്കെയാണ് ഇതുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. സപ്പോർട്ട് ചെയ്തെങ്കിലും മൗനാനുവാദം നൽകുന്നുണ്ട്. ഭീകരവാദികളോട് ഊട്ടിയോദിച്ച് അവരുടെ പഠിക്കൽ ചെന്നാൽ പിന്നെ അവർ പറയുന്നത് കേൾക്കേണ്ടി വരുമെന്ന് SMK ശ്രീ പറയുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ സത്യനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സത്യൻ, താങ്കൾക്ക് പറയാം. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത്. ശ്രീ ശിവദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട് സാർ. ഞാൻ ക്ഷമിക്കുന്നു, ഒരു പാട്ട് പാടാൻ അനുഭവം തരും. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ഒന്നും എടുക്കരുത്, പെട്ടെന്ന്. ഓക്കെ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, അവർ മനസ്സു പങ്കുവച്ചു. ശരി ശരി, ഓക്കെ. എന്തായാലും വളരെ അർത്ഥവത്തായ ഒരു പാട്ട് വരികളാണ്, ഗാനത്തിൻ്റെ വരികളാണ് അദ്ദേഹം ചൊല്ലിയത്. ഈ മതങ്ങളുടെ പേരിൽ എങ്ങനെയാണ് മനുഷ്യൻ ഈ കലഹത്തിലേക്കൊക്കെ നീങ്ങുന്നത് എന്നുകൂടി വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വരി, അദ്ദേഹം ചൊല്ലിയ ആ വരികൾ എന്നുകൂടി പറയേണ്ടി വരും. നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജിബു ആണ് കോട്ടയത്ത് നിന്ന്. ശ്രീ ജിബു, താങ്കൾ ആദ്യമായിട്ടാണോ ഈ പൊതുവേദിയിൽ വിളിക്കുന്നത്, അതോ മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ഓക്കെ. ഇടയ്ക്ക് എന്തായാലും പൊതുവേദി കാണാറുണ്ടോ? പൊതുവേദി കാണാറുണ്ടോ താങ്കൾ? മറ്റുള്ള വാർത്തകളുടെ കൂട്ടത്തിൽ ഈ ചാനൽ. ശരി, ഓക്കെ. എന്തായാലും താങ്കൾക്ക് നന്ദി. എന്തായാലും താങ്കൾ പറയൂ, എന്താണ് ഈ സമയത്ത് ഇങ്ങനെ വിഷം ചീറ്റുന്നവരെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? നമ്മൾ ഈ വിഷം പ്രകടനം നടത്തുന്ന ഇങ്ങനത്തുള്ള സാഹചര്യത്തിൽ അപക്വമാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയേണ്ടത്, നമ്മൾ ഇപ്പം കേൾക്കാം, പറഞ്ഞോളൂ. ഇപ്പം നമുക്കൊരു BSF ജവാൻ ബന്ധിതനായി, അതുപോലെ ഒരു കുൽദീപ് എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു സോൾജറും പാകിസ്ഥാനിൽ കിടപ്പുണ്ട്. അങ്ങനെ കൂടെ വിട്ടുകിട്ടാനായിട്ട് മാക്സിമം ശ്രമിക്കണം. വാർത്താ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പറ്റി ആദ്യം ഇങ്ങനെ അദ്ദേഹം ഒരു ഇന്റർനാഷണൽ കുറ്റമായിട്ട് കിടക്കുന്ന, പക്ഷെ അത് വ്യാജമാണ്. അദ്ദേഹത്തെ കൂടെ ഈ ഇപ്പം ബന്ധിതനാക്കിയ ജവാന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തോടെ വിടാൻ നമ്മൾ ആവശ്യപ്പെടണം. ശരി, കുൽദീപ് അറിയാമോ? കുൽദീപ് എന്ന് പറഞ്ഞൊരു ജവാൻ. അറിയാം. നേരത്തെ വാർത്തയൊക്കെ ഒരുപാട് വന്നാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും ഈ സമയത്ത് ഇങ്ങനെ ഒരു ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് പ്രാധാന്യം നൽകുന്നതാണ്. അത്തരം വാർത്തകളും ഒക്കെ വരുന്നത് തന്നെയാണ്. നമുക്ക് മനസ്സിലായി ശ്രീജീവ്, താങ്കളുടെ ഇത് മനസ്സിലായി. നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ വിഷയത്തിൽ ചർച്ച തുടരും. ശ്രീ ബിനുകുമാറാണ് ചടയമംഗലത്ത് നിന്നും. ശ്രീ ബിനുകുമാർ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ശ്രീ ബിനുകുമാർ, പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞോളൂ. അതായത് നമുക്ക് ഈ ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഗ്രഹിക്കാൻ പാടില്ല. നമ്മുടെ രാജ്യം ഒരു വലിയ ജനാധിപത്യ രാഷ്ട്രമാണ്. അത് മാത്രമല്ല സാർ, നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ഈ രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഇമേജ് വലിയ ഒരു ഇമേജാണ്. അതായത് എല്ലാ രാഷ്ട്രങ്ങളിലെയും ഒരു പ്രധാനപ്പെട്ട ആളായി നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യവും മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് യുദ്ധം എന്നൊക്കെ പറയുമ്പോഴത്തെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കും, പക്ഷെ അത് പാടില്ല. നമ്മൾ വിഭജിച്ചു കൊടുത്തിരിക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് കിടക്കുന്നത് നമ്മുടെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു യുദ്ധത്തിന്റെ പുറകിലേക്ക് നമ്മൾ പോകരുത്. ശരി, താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തവും പക്വതയുള്ള സമീപനം തന്നെയാണ്. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. രാജ്യം ഒരു ഭീകരാക്രമണത്തെ ഒറ്റക്കെട്ടായി നിന്ന് നേരിടുകയാണ്. സർവകക്ഷി യോഗത്തിലടക്കം അത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ചിലർ മുഖമില്ലാത്തവരാണ്, അതിൽ ഭൂരിപക്ഷം പേരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. അവർ ഈ സമയത്ത് വർഗീയത പടർന്ന് മതവിദ്വേഷം പടർത്താനുള്ള ശ്രമം നടത്തുന്നു. ഇത്തരം വിഷജീവികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അല്ല, അത് സർക്കാർ കൃത്യമായി ഇത്തരം വിഷജീവികളെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ നാടിന്റെ നിലനിൽപ്പിന് അത് അത്യാവശ്യവുമാണെന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കമില്ലല്ലോ. ഇതുപോലെ തന്നെ നമ്മുടെ നേതാക്കള് സംസാരിക്കുന്നതിനെയൊക്കെ പിന്നെ വളച്ചൊടിച്ച് വലിയ രീതിയിൽ ഇവിടെ വന്ന് സംസാരിക്കുന്നവരൊക്കെ അവരും ഈ പറയുന്ന വിഷജീവികളുടെ ഭാഗമാണെന്ന് പറയേണ്ടി വരും നമുക്ക്.
ഇവിടെ ഉദ്ഘാടനങ്ങൾ നടന്നു, അതേപോലെ ഇവിടെ തെരഞ്ഞെടുപ്പ് സമ്മേളനങ്ങൾ നടക്കുന്നില്ലേ? അതൊക്കെ ഇവർക്ക് മെമ്മറി പവർ കുറവാണോ, അല്ലെങ്കിൽ അറിയാത്തതാണോ, അതാ അറിയില്ലായ്മ നടിക്കുന്നതാണോ? ഇവിടെ ചൈനയുമായിട്ട് നമ്മൾ ബൈലാറ്ററൽ ടാക്സിലല്ലേ കാര്യങ്ങൾ നടത്തുന്നത്? അപ്പൊ അതേപോലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലും എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് ഈ സർക്കാരല്ലേ തീരുമാനിക്കേണ്ടത്? മാത്രമല്ല, കാശ്മീരിൽ ഒരു മുഴുവൻ സംസ്ഥാന പദവി ഇപ്പോഴും നിലനിൽക്കുന്നില്ലല്ലോ. അപ്പൊ അവിടെയുള്ള ഈ JK പോലീസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കായിക ശക്തിയുള്ള പോലീസാണ്. അവർക്ക് ഈ കയറ്റം കയറാനും ഒക്കെയുള്ള ഈ ലങ്സിന്റെ കഴിവ് എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാരെ പോലെയല്ല. അപ്പൊ അവരുടെ സാന്നിധ്യമൊക്കെ അവിടെ കൂടുതൽ വെക്കണം. എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായത്? ആ സുരക്ഷാ വീഴ്ച ഇല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് ഇനി അവിടെ മുന്നോട്ട് പോകേണ്ടത്? അവിടെ ഇനി ഒരു ഭീകരനും വരാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ എടുത്തു പോകേണ്ടത്. അതല്ലാതെ കള്ളവും പച്ചക്കള്ളവും പറഞ്ഞ് വന്നിരുന്നിട്ട് ഈ അമേരിക്കൻ വാക്കുകൾ വളരെ വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായ പ്രതികരണമാണ് ഉണ്ടായത്. ഈ സമയത്ത് ഒരു കാരണവശാലും രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് വർഗീയ വിഷം ചീറ്റുന്നവർ ആരായാലും, അതിന് ഏത് മതക്കാരായാലും, ഇനി എത്ര വലിയ ആളുകളായാലും സ്ഥാനങ്ങൾ വഹിക്കുന്നവരായാലും അവരെല്ലാം തള്ളിപ്പറയുന്ന ഒരു ജനമാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അത്തരം ഒരു രാജ്യത്തിൻ്റെ ഐക്യമാണ്, സമാധാനത്തോടു കൂടിയുള്ള ജീവിതമാണ്. ഇനി ഇത്തരം ഒരു ഭീകരാക്രമണം ഉണ്ടാവരുത് എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള പ്രതിരോധമാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള തിരിച്ചടിയൊക്കെയാണ് ഇന്ത്യയിലെ സാധാരണക്കാർ ആഗ്രഹിക്കുന്നത്. അവരാരും ഈ സമയത്ത് മതം കാണുന്നവരല്ല, ജാതി കാണുന്നവരല്ല. അവരാരും പരസ്പരം മനുഷ്യരായി കാണുന്നവരാണ്. മഹാഭൂരിപക്ഷം മനുഷ്യരും സാധാരണക്കാരായ മനുഷ്യരെന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.